मेरा बेटा, എന്റെ മകൻ, he collapsed in the house. അവൻ വീട്ടില് ബോധം കെട്ട് വീണു. Stop breathing. അവന്റെ ശ്വാസം നിലച്ചു. He did not know what to do. എന്ത് ചെയ്യണമെന്നറിയില്ല. I was preaching on Zoom. ഞാൻ സൂമിൽ My പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. wife shouted. എന്റെ ഭാര്യ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി. He just collapsed. അവൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കുഴഞ്ഞു താഴെ വീണു. I ran down. ഞാൻ പെട്ടെന്ന് താഴോട്ട് ഓടിപ്പോയി. He's lying on the floor, not breathing. അവനിങ്ങനെ താഴെ കിടക്കുക, അവന് ശ്വാസം പോലും I എടുക്കുന്നില്ല. lifted him up ഞാൻ അവനെ പെട്ടെന്ന് എടുത്തു. and I said, Jesus. ഞാൻ എന്നോട് ചേർത്ത് പിടിച്ച് യേശുവേ എന്ന് വിളിച്ചു. I started to call on the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. He opened his eyes. ഉടനെ അവന്റെ കണ്ണുകൾ പതുക്കെ He did not വന്നു. have a clue what's going on. അവൻ അറിഞ്ഞില്ല അവിടെ എന്തുവാ സംഭവിച്ചതെന്ന്. I tried to leave him. He fell down. ഞാൻ കൈവിട്ടപ്പോഴത്തേക്കിന് അവനങ്ങ് താഴെ He വീണുപോയി. became a vegetable condition. അവനൊരു വെജിറ്റബിൾ കണ്ടീഷനിൽ പോലെ ആയിപ്പോയി. We rushed him to the hospital. പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. The doctor said, the ambulance said, bring him now. ആംബുലൻസുകാർ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോവാ. Before the ambulance will reach you, drive this way. നിങ്ങൾ ആംബുലൻസ് എത്താൻ കാത്തു നിൽക്കണ്ട, വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തുടങ്ങിക്കോ. Me and my wife jumped in the car, put him flat on the back seat. ഞാനും ഭാര്യയും പെട്ടെന്ന് വണ്ടിയിൽ കയറി മോനെ ബാക്ക് സീറ്റിൽ We started to speak in tongues. ഞങ്ങൾ അന്യഭാഷകളിൽ ആരാധിക്കുവാൻ തുടങ്ങി. Hannah did not look at a man. ഹന്ന ഒരു മനുഷ്യനെ തേടിയല്ല പോയത്. Hannah looked up to God. ഹന്ന ദൈവത്തിങ്കലേക്ക് അവളുടെ Where ശ്രദ്ധ does my answer come from? എന്റെ ഉത്തരം വരുന്നത് എവിടെ My നിന്നാണ്? answer comes from the Lord. എന്റെ ഉത്തരം യഹോവയിൽ നിന്ന് He is the വരുന്നു. creator of heaven and earth. ഈ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. मैंने देखा, ഞാൻ നോക്കി. हम प्रार्थना कर रहे थे, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. हम गाड़ी चला रहे हैं, ഞങ്ങൾ വണ്ടി ഓടിക്കുക. आधा घंटा ഒരു അരമണിക്കൂർ ऑक्सफोर्ड सिटी जाने के लिए ഓക്സ്ഫോർഡ് സിറ്റി എത്തണം. हम अन्य भाषा में प्रार्थना कर रहे ഞങ്ങൾ हैं. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. दोनों बेटा पीछे लेटा हुआ है. മോൻ പുറകെ കിടക്കുക. हॉस्पिटल जैसे ही पहुंचे, ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ दरवाजा खोला, പെട്ടെന്ന് കതവ് തുറന്നു. बैठ गया सीधा, അവൻ നേരെ എഴുന്നേറ്റ് സീറ്റിൽ അങ്ങ് ഇരുന്നു. निकल के चल के अंदर आया हमारे साथ. അവൻ നടന്നാണ് ഹോസ്പിറ്റലിനകത്തേക്ക് ഞങ്ങളുടെ കൂടെ വന്നത്. पूरा हार्ट का पूरा टेस्ट किया. അവരെല്ലാ ടെസ്റ്റുകളും ആ കുഞ്ഞിന്റെ മേൽ നടത്തി. परमेश्वर चंगा करने वाला परमेश्वर है. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. जीवन देने वाला परमेश्वर है. ജീവിതം നൽകുന്ന ദൈവമാണ്. 4 घंटे बाद 4 മണിക്കൂറുകൾക്ക് हम ശേഷം खुशी के साथ ഞങ്ങൾ സന്തോഷത്തോടു हम കൂടെ वापस आए. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നു. उसका गर्भपात्र खाली था, बच्चे नहीं थे, बंद था. അവളുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു. वो तो श्राप है. അതൊരു ശാപമല്ലേ? पर वहां एक वचन आया, എന്നാൽ ഒരു വചനം വന്നു, जरूर होगा. അത് സംഭവിക്കും. अरे परमेश्वर भी हमें वचन देता है. ദൈവം നമുക്ക് मैं വാഗ്ദത്തങ്ങൾ चंगा തരും. करने वाला परमेश्वर हूँ. ഞാൻ സൗഖ്യമാക്കുന്ന मैं ദൈവമാണ്. छुटकारा देने वाला परमेश्वर ഞാൻ हूँ. വിടുതൽ നൽകുന്ന ദൈവമാണ്. अगर हम विश्वास कर सकते हैं, നമുക്ക് വിശ്വസിക്കുവാൻ हम കഴിയുമെങ്കിൽ हमारी जिंदगी में देखेंगे. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കാണും. क्या देख रहे हो? എന്താണ് കാണുന്നത്? उसने देखा, അവൾ കണ്ടു. इसलिए वो वचन उसके पास आया. അതുകൊണ്ട് വചനം അവളിലേക്ക് വന്നു. पौलुस और सीलास ने जब आराधना किया, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിച്ചപ്പോൾ सिर्फ उनको छुटकारा नहीं मिला, അവർക്ക് വിടുതൽ ലഭിച്ചു उनके എന്ന് चारों മാത്രമല്ല, तरफ जो थे उनको भी छुटकारा അവരുടെ मिला. 4 വശത്തുമുള്ള ആൾക്കാർ അവരും കൂടെ വിടുതൽ അനുഭവിച്ചു. आप आराधना करें, നിങ്ങൾ ആരാധിക്കുക. आपके चारों तरफ छुटकारा देखने നിങ്ങളുടെ लगोगे. 4 വശത്തുമുള്ള ആൾക്കാർക്ക് വിടുതൽ ലഭിക്കും. पहला सैमुअल, 1 ശമൂവേൽ उसका पहला अध्याय, അതിന്റെ 1-ാമത്തെ അധ്യായം, उसकी पहली आयत से. അതിന്റെ 1 മുതൽ. वहां अगर आप ये कहानी पढ़ोगे घर जाके, നിങ്ങൾ വീട്ടിൽ പോയി ഇത് വായിച്ചു കഴിഞ്ഞാൽ, एफ्रेम के देश में एक एल्काना बोल के एक व्यक्ति रहता था. എഫ്രൈമിൽ എൽക്കാന എന്ന പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. उसकी 2 बीवियां थी. 2 ഭാര്യമാർ. उसका ये मतलब नहीं पास्टर जी यहाँ 2 बीवियां थी, हम भी 2 रख सकते हैं कि नहीं. എന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശം ഇതിനകത്തുനിന്ന് ഒരു പ്രോത്സാഹനം ലഭിക്കണം എന്നുള്ളതല്ല. 2 ഭാര്യമാർ പാടില്ല. पास्टर अभी जिसके साथ है उतना खुशी नहीं है, दूसरी रख लें क्या? എന്റെ കൂടെയുള്ള ഭാര്യ അത്ര ശരിയല്ല, സന്തോഷമില്ല, വേറെ ആകാമോ? मेरे से एक आदमी ने आके पूछा, पास्टर जी हम शराब पी सकते हैं क्या? എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് മദ്യപിക്കാൻ അനുവാദമുണ്ടോ? मैंने पूछा क्यों शराब पीना?
ഞാൻ ചോദിച്ചു എന്തിനാ മദ്യപിക്കുന്നത്? घर में आओ बाहर जाओ हमेशा टेंशन ही टेंशन पास्टर। വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും ടെൻഷനാ घर പാസ്റ്റർ. आओ तो बीवी चू चाय करती रहती है, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങും. चैन ही नहीं है। എനിക്ക് സമാധാനമില്ല. शराब पिए तो एटलीस्ट थोड़ा बहुत हमारा ध्यान उधर से उड़ जाता है। മദ്യപിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഈ ബോധതലത്തിനകത്തുനിന്ന് മാറി സമാധാനത്തോടെ ഇരിക്കാൻ. मैंने कहा ब्रदर जी मैं एक चीज पूछूं आपसे, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാര്യം ചോദിക്കട്ടെ. आप ये भूलने के लिए शराब पी लोगे, നിങ്ങൾ മറക്കുവാൻ വേണ്ടി മദ്യപിക്കുന്നു, पर जब आप घर आओगे പക്ഷെ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ पहले तो एक बीवी थी अब तो दो दो दिखने लगेगी। നിങ്ങൾക്ക് ആദ്യമേ ഒരു ഭാര്യയെ കാണത്തുള്ളായിരുന്നു, മദ്യപിച്ചിട്ട് വന്നാൽ രണ്ട് ഭാര്യയായിരിക്കും കാഴ്ചയിൽ. वो ना करें, അതുകൊണ്ട് അതൊരു നല്ല आपकी വഴിയല്ല. समस्या बढ़ जाएगी। നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കത്തേ ഉള്ളൂ. दो नहीं चाहिए, एक बहुत है। രണ്ട് നമുക്ക് വേണ്ട, ഒന്ന് തന്നെ അധികം. पर बच्चे ज्यादा है तो कोई बात नहीं। എന്നാൽ മക്കൾ എത്ര ആയാലും അനുഗ്രഹമാണ്. तो हम यहाँ देखें ये व्यक्ति एफ्रेम बोल के एक जगह से था। എഫ്രൈം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ. एफ्रेम का मतलब क्या है? എഫ്രൈമിന്റെ അർത്ഥം എന്താണ്? फ्रूटफुलनेस, ആ, फलदायक। ഫലപ്രദമാകുക. परमेश्वर ने हमारी जिंदगी को फलदायक होने के लिए बुलाया हुआ है। നമ്മുടെ ജീവിതം ഫലം കായ്ക്കുന്ന ഒന്നായി തീരണമെന്ന് ദൈവം हमारी ആഗ്രഹിക്കുന്നു. सेवकाई में हमारी सेवकाई क्या फलदायक है कि नहीं हमें पूछना चाहिए। നമ്മുടെ ശുശ്രൂഷകൾ അത് ഫലം പുറപ്പെടുവിക്കുന്നതാണോ അല്ലയോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതാകുന്നു. परमेश्वर आपकी सेवकाई को सूखी हुई सेवकाई के लिए नहीं बुला रहा, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകളിൽ ഉണങ്ങിയിരിക്കണമെന്ന് ദൈവം वो ആഗ്രഹിക്കുന്നില്ല. एक बढ़ोतरी की तरफ आपको लेके जाना चाहता है। ഒരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर हमारा परमेश्वर आशीष देने वाला, बढ़ोतरी देने वाला परमेश्वर है। നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമുക്ക് അഭിവൃദ്ധി നൽകുന്ന ദൈവമായിരിക്കുന്നു. उठाने वाला परमेश्वर है, നമ്മെ മുകളിലേക്ക് ഉയർത്തുന്ന पांव ദൈവമാകുന്നു. के नीचे दबाने वाला परमेश्वर नहीं है। കാലിന്റെ താഴെ നമ്മെ അമക്കി വെക്കുന്ന ദൈവമല്ല. जब उसका हाथ हमारे ऊपर आता है, ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിന്റെ മേൽ हम വരുമ്പോൾ आशीषों पे आशीष देखने लगते हैं। അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്തുന്ന ദൈവമാണ് लोगों നമ്മുടെ की ദൈവം. जिंदगी में छुटकारा देखने लगते हैं, നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കാണുവാൻ തുടങ്ങും. क्योंकि हम एल्काना की तरफ देखें, അൽക്കാനായുടെ ജീവിതത്തിൽ നോക്കിയാൽ उसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? God has purchased, परमेश्वर ने मुझे खरीदा हुआ है। ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. खरीदे होने के कारण हम फलदायक होंगे। വിലയ്ക്ക് വാങ്ങിയത് കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. आप प्रभु के लहू से खरीदे हुए व्यक्ति हो। യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാണ് നിങ്ങൾ. आपको खरीदे जाने के कारण आपकी जिंदगी आशीषित होनी चाहिए। ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടണം. आपका आना जाना आशीषित होगा। നിങ്ങളുടെ പോക്കും വരവും അത് അനുഗ്രഹിക്കപ്പെടും. आप किसी के घर भी जाओ वहां आशीष आएगा, നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ പോയി കാല് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മുഖാന്തരം ആ ഭവനം क्योंकि आशीष അനുഗ്രഹിക്കപ്പെടും. देने वाला उसने आपको खरीद के आपके अंदर रहता है। കാരണം എന്താണെന്നറിയാമോ? അനുഗ്രഹത്തിന്റെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. कितने लोग प्रभु के लहू से खरीदे हुए लोग यहाँ हैं? എത്ര പേർ യേശുവിന്റെ രക്തത്താൽ വാങ്ങപ്പെട്ടിരിക്കുന്നു? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. खुशी मनाए। നമുക്ക് സന്തോഷിക്കാം. आपके मुंह में देखने से खुशी नहीं लग रहा मेरे को बिल्कुल। ഹല്ലേലൂയ. ഗർമി ലഗ് രഹേ സബ്കോ. इसके बाद मिठाई देंगे आपको। ഇത് കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം മധുരം തരുന്നതായിരിക്കും. मेरे पापा ने लड्डू दिया। എന്റെ പിതാവ് ലഡ്ഡു വിതരണം ചെയ്തത് കേട്ടല്ലോ. मैं पंजाब से हूँ, ഞാൻ പഞ്ചാബിൽ हम നിന്നാണ്. वहाँ कहते हैं लड्डू लड्डू डड्डू। ലഡ്ഡു ഡഡ്ഡു എന്ന് പറയും. डड्डू पता है आपको? कितने लोग जानते हैं डड्डू? ഡഡ്ഡു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? माकरी, തവളയോ? तवड़ा। ആ. वो नहीं देंगे, अच्छा खाना देंगे। നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കും. खुशी के साथ बैठो। നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. मैं हमेशा कहता हूँ ഞാൻ എല്ലായ്പ്പോഴും പറയും, आनंदित हो, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. आनंदित होना चाहिए। നിങ്ങൾ സന്തോഷത്തോടെ The ഇരിക്കണം. joy of the Lord is my strength. ദൈവത്തിലുള്ള സന്തോഷം, ആനന്ദം അതെന്റെ ബലമായിരിക്കുന്നു. अगर हमारे अंदर बल है നമ്മുടെ ഉള്ളിൽ ബലമുണ്ടെങ്കിൽ तब हम युद्ध कर सकते हैं। അപ്പോഴാണ് യുദ്ധം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് इसलिए ലഭിക്കുന്നത്. हंसना सीखे। അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തിലായിരിക്കാൻ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞോട്ട്. अगर ഹല്ലേലൂയ. आप बोलोगे पर पास्टर जी मेरे को कुछ हंसने के लिए नहीं है, खुशी का कुछ नहीं है, നിങ്ങൾ എന്നോട് പറയുക, സന്തോഷിക്കത്തക്കതുപോലെയൊന്നും എന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ പാസ്റ്ററെ. रोज सुबह उठ के शीशे में अपना चेहरा देखो, अपने आप हंसने लगोगे।
എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയാൽ മതി, നിങ്ങളെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. हंसने लगोगे तब बोलना मैं आशीषित हूँ. നിങ്ങളെ തന്നെ നോക്കി നിങ്ങൾ പറയണം, ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട मेरे വ്യക്തിയാണ്. ऊपर परमेश्वर का अभिषेक है. എന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. जहाँ भी मैं हाथ रखूं ഞാൻ എവിടെ പോയി കൈവച്ചാലും वहाँ छुटकारा होगा. അവിടെ വിടുതൽ വരും. देखिए स्वर्ग में कमिटी नहीं है. സ്വർഗത്തിൽ ഒരു കമ്മിറ്റിയുമില്ല. अच्छा हुआ स्वर्ग में कमिटी नहीं है. സ്വർഗത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ലാത്തത് കൊണ്ട് क्योंकि സ്തോത്രം. कमिटी में एक व्यक्ति होगा जिसको हमें पसंद नहीं आएगा. കാരണം കമ്മിറ്റിയിൽ ഒരാൾ കാണും നമ്മളെ ഇഷ്ടപ്പെടാത്തവൻ. इसलिए परमेश्वर ने कमिटी नहीं रखा. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിസ്റ്റം സ്വർഗത്തിൽ ഇല്ല. परमेश्वर ने कहा ഇങ്ങനെയാണ് आप പറഞ്ഞത്, मेरे बेटे होने के कारण, നിങ്ങൾ എന്റെ മകനും മകളുമായിരിക്കുന്നത് കൊണ്ട്, मैंने लहू से खरीदे हुए व्यक्ति होने के कारण രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് मैं വാങ്ങിയിരിക്കുന്നത് अपना കൊണ്ട് आशीष आपके ऊपर डालूंगा. എന്റെ അനുഗ്രഹം നിന്റെ മേൽ ഇറങ്ങി कि വസിക്കും. आपकी जिंदगी एक आशीषित हो, जब लोग देखे कहे परमेश्वर ने आशीष दिए हुए व्यक्ति നിങ്ങളുടെ है. ജീവിതം കാണുമ്പോൾ മനുഷ്യർ പറയണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണിവൻ. साधारण जिंदगी जीने के लिए परमेश्वर ने नहीं बुलाया ഒരു आपको. സാധാരണമായ ജീവിതത്തിന്റെ ഉടമയാകുവാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. परमेश्वर ने आपको एक अलग जिंदगी के लिए बुलाया हुआ है. ദൈവം വ്യത്യസ്തമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങളെ जब आप വിളിച്ചിരിക്കുന്നത്. वापस जाओगे, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ जहां जहां से आए हो, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണോ വന്നിരിക്കുന്നത്, विश्वास करना നിങ്ങൾ വിശ്വസിക്കണം, कि अभी तक जो किया था आपने ഇന്ന് വരെ നിങ്ങൾ ചെയ്തത് उससे ज्यादा आप करोगे. അതിലും അധികമായി क्योंकि छोटे कामों के लिए नहीं बुलाया. അധികമായി ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുവാനിടയായി. परमेश्वर ये बुलाहट आपके ऊपर क्यों डालता है? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വിളി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത്? मैं भी थियोलॉजिकल कॉलेज नहीं गया, ഞാൻ തിയോളജി ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല. पर परमेश्वर के सामने समय बिताने के कारण പക്ഷെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് परमेश्वर ने अपना वचन सिखाया. ദൈവം തന്റെ വചനം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. इसका ये मतलब नहीं समस्या और कठिनाइयां नहीं आएगी. എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. समस्याएं आएगी, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. पर उसके बीच में എന്നാൽ അതിന്റെ നടുവിൽ परमेश्वर एक रास्ता बनाएगा हमारे लिए. ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന ദൈവമാണ്. मैं वो विश्वास करता हूँ. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. यहाँ हम देखें अल्कायना की जिंदगी ഇവിടെ എൽക്കാനായുടെ ജീവിതം കാണുകയാണ്. एक साधारण जिंदगी नहीं है. ഒരു സാധാരണമായ ജീവിതമല്ല. एक आशीषित जिंदगी जीते हुए एक व्यक्ति, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാണ് താൻ. उसकी जिंदगी में 2 बीवियां हैं. രണ്ട് ഭാര്യമാരാണ് തനിക്ക്. जब परमेश्वर ने आदम को बनाया, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ, मेरे कलीसिया में मैं ऐसे बोलता हूँ, എന്റെ സഭയിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, God created Adam and Madam. ആഡം ആൻഡ് മാഡം എന്ന് പറയുന്ന രണ്ടുപേരെ ദൈവം സൃഷ്ടിച്ചു. 2 बीवियां नहीं थी वहां. അവിടെ രണ്ട് സഹോദരിമാരെ ഉണ്ടാക്കിയില്ല. ओरिजिनल प्लान. ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതി അതാണ്. सब बोलो एक. ഏക്. आप लोग जो सेवकाई में हैं, ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മൾ, शादीशुदा है, നിങ്ങൾ വിവാഹിതരാണ് എങ്കിൽ अपनी बीवी को पहचाने. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തിരിച്ചറിയണം. उसको साइड में ना छोड़ के जाएं. അവരെ ഏതെങ്കിലും ഒരു അറ്റത്ത് വിട്ടിട്ട് നിങ്ങൾ അങ്ങ് മുമ്പോട്ട് പോകുകയല്ല. मुश्किल हो जाएगा. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും. परिवार ने आपको जोड़ा, परमेश्वर ने आपको जोड़ा हुआ है. ദൈവം നിങ്ങളെ ഒന്നാക്കിയിരിക്കുകയാണ്. सेवकाई में आप दोनों को बुलाया हुआ है. ശുശ്രൂഷയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. शायद आज का संदेश थोड़ा मुश्किल हो. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സന്ദേശം ഒരുപക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സ്വീകരിക്കാൻ. आप आपकी बीवी, मैंने एक श्राप देखा हुआ है हमारे घरों में. നമ്മുടെ ഭവനങ്ങളില് ഇങ്ങനെ ഒരു ശാപം ഞാൻ കണ്ടിട്ടുണ്ട്. हमारी बीवी हमसे कुछ बोले, ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് हम വിചാരിക്കുക, कभी-कभी गुस्से हो जाते हैं. നമുക്കത് കേൾക്കുമ്പോഴേ ഒരു ദേഷ്യമാണ്. पर और कोई औरत वही चीज हमसे बोले, എന്നാ വേറെ ഒരു സ്ത്രീ വന്ന് അതേ കാര്യം നമ്മളോട് हम പറഞ്ഞു, हंस के हाँ ओ प्रेज द लॉर्ड सिस्टर जी कोई बात नहीं. നമ്മളത് കേട്ടിട്ട് നല്ല രസമുണ്ടല്ലോ, പ്രൈസ് ദ ലോർഡ് സിസ്റ്റർ എന്ന് പറയും. वो श्राप को तोड़े. അതൊരു ശാപമാണ്, അത് മുറിയണം.
क्योंकि परमेश्वर ने आपको जोड़ा हुआ है. കാരണം ദൈവം നിങ്ങളെ ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. मैं हमेशा कहता हूँ, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, सोचिए मैं और मेरी बीवी, ഒന്ന് ആലോചിക്കുക, ഞാനും എന്റെ ഭാര്യയും हम एक दूसरे की तरफ देख रहे हैं ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫേസ് और ചെയ്ത് हमारी നിൽക്കുക. शादी के बीच में यीशु मसीह है. ഞങ്ങളുടെ ബന്ധത്തിന്റെ നടുവിൽ യേശു ഉണ്ട്. हम यीशु की तरफ देख रहे हैं, ഞങ്ങളെ യേശുവിങ്കിലേക്ക് നോക്കുന്നു. पर उसके अंदर से हम उसकी तरफ भी देख रहे हैं. യേശുവിലൂടെ എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ ഞാൻ നോക്കുക. जब हम उसके पास, यीशु के पास आते रहते हैं, ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ हम दोनों भी करीब होते रहते हैं. ഞങ്ങളും പരസ്പരം അടുക്കുകയാണ്. आपकी बीवी स्टेपनी टायर नहीं है. ഭാര്യയെ കുറിച്ച് ഒരു സ്റ്റെപ്പിനി ടയർ ആണെന്ന് വിചാരിക്കരുത്. परमेश्वर ने आपको परिवार जैसे बुलाया एक सेवकाई के लिए. ദൈവം ഒരു കുടുംബമായിട്ടാണ് ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. यहाँ हम देखें 2 बीवियां. രണ്ട് ഭാര്യമാർ. पहली बीवी का नाम पेनीना. ഒന്ന് പെനീന. उसका एक फैक्ट्री था. ഒരു ഫാക്ടറി പോലെയായിരുന്നു അവൾ. बच्चों पे बच्चे पैदा हो रहे हैं. ഒരു കുഞ്ഞ്, അത് കഴിഞ്ഞ് അടുത്തത് അടുത്തത് അടുത്തത്. पर दूसरी बीवी, എന്നാൽ മറ്റേ ഭാര്യ ഹന്ന, उसका गर्भपात्र बंद था. അവളുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു. पेनीना को एक आदत थी, പെനീനയ്ക്ക് ഒരു സ്വഭാവമുണ്ടായിരുന്നു, चिढ़ाना इसको. ഇവളെ കളിയാക്കുകയാണ്. क्योंकि पेनीना का नाम का मतलब പെനീന എന്നുള്ള വാക്കിന്റെ അർത്ഥം पर्ल, मोती. മുത്ത് എന്നാണ്. मोती का दाम तो ज्यादा है, മുത്തിന്റെ വില അധികമാണ്. तो वो अपने आप को ज्यादा समझते हैं. അവൾ അവളെ കുറിച്ച് വലിയതായി ചിന്തിക്കുന്നു. दूसरों को नीचा देखने की कोशिश करते हैं. ഉള്ളവരെ താഴ്ത്തി കാണിക്കുന്ന ഒരു മനോഭാവം. हमारी जिंदगी में നമ്മുടെ ജീവിതത്തിൽ हम दूसरों को नीचा ना देखें, മറ്റുള്ള വ്യക്തികളെ നമ്മൾ താഴ്ത്തി കാണരുത്. क्योंकि हम सब परमेश्वर की सृष्टि में रचे हुए लोग हैं. കാരണം നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. मेरे से मैं जब शादी हो रहा था मेरा, എന്റെ വിവാഹത്തിന്റെ സമയത്ത് किसी ने आके मेरे से पूछा, എന്നോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, तेरी वाइफ का बैकग्राउंड क्या है? നിന്റെ ഭാര്യയുടെ പശ്ചാത്തലം എന്താണ്? थोड़े लोगों को गुस्सा आ रहा होगा. അത് കേൾക്കുമ്പോൾ ചിലർക്ക് എന്തോ പോലെ തോന്നിയേക്കാം. कोई बात नहीं, സാരമില്ല. आज गोली मार के ही जाएंगे. ഇന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ തുറന്ന് സംസാരിക്കാം. जड़ को मार के ही जाएंगे आज. നമ്മുടെ ജഡത്തിന്റെ പ്രവണതകളെ നമുക്കൊന്ന് തകർക്കാം. जैकबाइट है क्या? ജാക്കോബാകാരിയാണോ? मार्तोमाइट है क्या? മർത്തോമാകാരിയാണോ? मेरे डैडी ने जैसे बोला, उनका बैकग्राउंड जैकबाइट. എന്റെ പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹം യാക്കോബ ബാക്ക്ഗ്രൗണ്ട് ആണ്. मेरी मदर मार्तोमाइट. അമ്മ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ इसलिए जब मैं पैदा हुआ मैं पेंतिकोस हुआ. അതുകൊണ്ട് തന്നെ ജനിച്ച് പുറത്തേക്ക് വളർന്നു വന്നപ്പോൾ ഞാൻ പെന്തക്കോസ് ആയിരുന്നു. तो मेरे से पूछा क्या बैकग्राउंड? ഏത് ബാക്ക്ഗ്രൗണ്ടാ मैंने ഭാര്യ? कहा मेरे को नहीं पता जैकबाइट है, मार्तोमाइट है या मस्कीटो बाइट है. ഏതായിട്ടാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ എന്ന് ഞാൻ പറഞ്ഞു. मेरे को एक चीज पता है, എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം. यीशु के लहू से खरीदी हुई व्यक्ति है. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു സഹോദരിയാണ് എന്റെ यीशु ഭാര്യ. से प्रेम करने वाली एक व्यक्ति അവൾ है. യേശുവിനെ സ്നേഹിക്കുന്നവളാണ്. वो ही बहुत है मेरे लिए. അത്രയും അറിവ് എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് മതി. हम देखते क्या धन कितना है, നമ്മൾ ഇതൊക്കെയാ നോക്കുന്നത്. അവളുടെ ബാക്ക്ഗ്രൗണ്ട്, സമ്പത്ത്, कितने पढ़े लिखे हैं. അവൾ എത്ര പഠിത്തമുണ്ട്. मैंने अपनी बेटी को बोला, जब शादी करोगे, എന്റെ മകളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോളെ നിന്റെ കല്യാണം സമയത്ത്, मैंने बचपन से उसको बोलते आ रहा हूँ, ചെറുപ്പം മുതൽ ഞാൻ അവളോട് പറയുന്നതാ, 3 चीजें बहुत जरूरी है. 3 കാര്യം പ്രധാനം. पहला, ആദ്യത്തെ, वो लड़का होना चाहिए. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ശരിക്കൊരു ചെറുക്കനായിരിക്കണം. क्योंकि आजकल बाहर देखे तो सब कुछ चल रहा है. കാരണം നമുക്കറിയാം വിവിധ രീതിയിലുള്ള വിവാഹങ്ങൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. दूसरी चीज, രണ്ടാമത്തെ കാര്യം, वो परमेश्वर को जानना चाहिए. അവൻ ദൈവത്തെ അറിയാവുന്ന പൈതലായിരിക്കണം. सिर्फ वो नहीं, परमेश्वर भी उसे जाने. അവന് ദൈവത്തെ അറിയാമെന്ന് മാത്രമല്ല, ദൈവത്താൽ അറിയപ്പെടുന്ന ഒരു പൈതലായിരിക്കണം അവൻ. परमेश्वर को जानते पर परमेश्वर उन्हें नहीं जानता. ഒരുപാട് ആൾക്കാർ എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയും, പക്ഷെ ദൈവത്തിന് അവരെ അറിയത്തില്ല. मैंने कहा तीसरी चीज, മൂന്നാമത്തെ കാര്യം, वो सेवकाई में हो या नौकरी कर रहा हो,
അവൻ ജോലി ചെയ്യുന്നതായിക്കൊള്ളട്ടെ, ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, क्योंकि मैं प्रभु नहीं हूं कि तुम्हारी सारी खर्चे मैं उठाऊं। ഇനിയിപ്പോൾ നിന്റെ എല്ലാ ചെലവും ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമൊന്നുമല്ല. हम दूसरों को नीचे ना देखें। മറ്റുള്ള വ്യക്തികളെ അവരുടേതായിട്ടുള്ള പശ്ചാത്തലം മനസ്സിലാക്കി താഴ്ത്തിക്കെട്ടി കുത്തുവാക്കുകൾ പറയരുത്. शायद वो हमारे जैसे नहीं होंगे, ഒരുപക്ഷെ അവർ നമ്മളെ പോലെയുള്ളവരല്ല. कोई बात नहीं, സാരമില്ല. यीशु का प्रेम उन्हें दिखाएं। യേശുവിന്റെ സ്നേഹം അവരിലേക്ക് പ്രകടമാക്കുക. पौलुस कहता है, പൗലോസ് ഇങ്ങനെ പറയുന്നു, परमेश्वर का प्रेम मुझे निर्बंध करता है। യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. कितना निर्बंध करता है? എത്രമാത്രം നിർബന്ധിക്കുന്നു. अरे हमारी जात के नहीं है ये, അയ്യോ ഇത് എന്റെ ജാതി അല്ല, हमारे जैसे नहीं है ये। ഇവരെ നമ്മളെ പോലുള്ളവരല്ല. हमने परमेश्वर का प्रेम अपनी जिंदगी में महसूस करने के कारण हम दूसरों से भी बांटने के लिए तैयार हो जाएं। യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമുക്ക് തയ്യാറാകാം. पेनीना को एक आदत थी, പെനീനയുടെ ഒരു സ്വഭാവം, जैसे उसका नाम था അവളുടെ പേര് പോലെ തന്നെ वैसे उसका स्वभाव था। അതുപോലെ തന്നെ അവളുടെ സ്വഭാവത്തിൽ ഒരു आपका അഹങ്കാരം. स्वभाव कैसे है? നിങ്ങളുടെ സ്വഭാവം എന്താണ്? अगर हन्ना की तरफ देखें, ഹന്നായെ നോക്കിക്കഴിഞ്ഞാൽ उसका नाम का मतलब ग्रेस एंड फेवर। അവളുടെ പേരിന്റെ അർത്ഥം എന്താണ്? കൃപയും പ്രസാദവും ലഭിച്ചവൾ. अरे पर इसके ऊपर तो कृपा है, पर इसकी जिंदगी में आशीष तो है नहीं। ഇവളുടെ പേര് കൃപയാണെങ്കിലും അവളെ നോക്കിക്കഴിഞ്ഞാൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളല്ലോ. शायद आप you will walk like a meek person, एक साधारण व्यक्ति जैसे चल रहे होंगे। ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സാധുവായി ജീവിച്ച് മുൻപോട്ട് पर പോകുകയാണ്. अगर आप परमेश्वर के साथ चल रहे हो तो, എന്നാൽ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നു എങ്കിൽ, परमेश्वर के संगति में रह रहे हो तो, ദൈവത്തോട് നിങ്ങൾ ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ एक दिन आएगा ഒരു ദിവസം നിങ്ങളുടെ जब ജീവിതത്തിൽ आप വരും. अपनी जिंदगी देखोगे और कहेंगे परमेश्वर ने बदला है मेरी जिंदगी। ദൈവം എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എന്ന് സാക്ഷ്യം പറയുന്ന ഒരു ദിവസം ഉണ്ടാകും. ये ना देखे कौन आपके साथ खड़ा है कौन नहीं खड़ा है। നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ആരില്ല എന്നുള്ളതല്ല जब വിഷയം. तक परमेश्वर आपके साथ है, ദൈവം നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളിടത്തോളം उसकी കാലം कृपा आपके ऊपर है। ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ आपको ഇരിക്കുമ്പോൾ डरने की जरूरत नहीं है, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. डर में जीने की जरूरत नहीं है। പേടിയിൽ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. विश्वास में जिए अपनी जिंदगी, നിങ്ങൾ വിശ്വാസത്തിൽ നിലകൊള്ളണം. क्योंकि जिसने आपको बुलाया है वो विश्वास योग्य है। നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ. वो बुलाहट पवित्र है, ആ വിളി അത് വിശുദ്ധിയുള്ള വിളിയാണ്. साधारण बुलावट नहीं है, ഒരു സാധാരണ വിളിയല്ല. प्रधानमंत्री का बुलाहट नहीं है, ഒരു പ്രധാനമന്ത്രി അല്ല നിങ്ങളെ एक വിളിച്ചിരിക്കുന്നത്. मंत्री का बुलाहट नहीं है, ഒരു മന്ത്രി അല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. स्वर्ग में बैठे हुए राजाओं का राजा का बुलाहट है। എന്നാൽ രാജാതി രാജാവായിരിക്കുന്നവൻ, സ്വർഗത്തിൽ വസിക്കുന്നവൻ, അവനാണ് നിങ്ങളെ उसने വിളിച്ചിരിക്കുന്നത്. अपना लहू बहा के आपको बुलाया है। യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ വിലക്ക് उस വാങ്ങിയിരിക്കുകയാണ്. बुलाहट में खड़े रहने के लिए तैयार रहे। ആ വിളിയിൽ നിലകൊള്ളുവാൻ നിങ്ങൾ തയ്യാറാകണം. लोग जब आपको चोट पहुंचाएंगे, ആൾക്കാരെ നിങ്ങളെ लोग മുറിവേൽപ്പിക്കുമ്പോൾ, आपके खिलाफ खड़े होंगे, നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ, हन्ना जैसे ഹന്നായെ പോലെ चुपचाप रहे। നിങ്ങൾ മിണ്ടാതെ पर ഇരിക്കണം. परमेश्वर के घर जाके, എന്നാൽ യഹോവയുടെ ഭവനത്തിൽ परमेश्वर വന്ന്, के घर जाके യഹോവയുടെ ഭവനത്തിൽ വന്ന് लोगों से नहीं बोलना। अब ആൾക്കാരോട് പറയരുത്, परमेश्वर से बोले, ദൈവത്തോട് പറയണം. परमेश्वर हिसाब किताब कर लेगा, ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും. परमेश्वर लोगों को बदल देगा। ആൾക്കാരുടെ ഹൃദയത്തെ हमें രൂപാന്തരപ്പെടുത്തും. सीख लेना चाहिए, ഇത് നമ്മൾ പഠിക്കണം. हमारा परमेश्वर നമ്മുടെ ദൈവമോ मरा हुआ परमेश्वर नहीं है, മരിച്ച ദൈവമല്ല, सिर्फ किताबों का परमेश्वर नहीं है, പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നയാളല്ല, जीवित परमेश्वर है, ജീവനുള്ള ദൈവമത്രേ, उत्तर देने वाला परमेश्वर है, ഉത്തരം നൽകുന്ന ദൈവമത്രേ, रास्ते बनाने वाला परमेश्वर है। നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമത്രേ. आज मैं यहाँ आपके सामने बोलूं, ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ आप പറയുക, बीमारी में मरने के लिए नहीं बुलाया परमेश्वर ने। നീ ഒരു രോഗിയായി മരിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല. आज यहाँ परमेश्वर का छुटकारा आपकी जिंदगी में आप देखें। നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിടുതൽ കാണും.
कोई सुनने के लिए नहीं है, ആരും കേൾക്കാനില്ല, कोई खड़े होने के लिए नहीं है, ആരും നിൽക്കാനില്ല. पर मेरा प्रेमी मेरे साथ खड़ा है. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ട്. वो त्यागेगा नहीं, എന്നെ വിടുകയില്ല, वो छोड़ेगा नहीं. എന്നെ കൈവിടുകയില്ല. लोग तो छोड़ देंगे, ആൾക്കാർ നമ്മെ വിടും, लोग तो भूल जाएंगे. ആൾക്കാർ നമ്മെ മറക്കും. कितने लोग जानते हैं लोग भूल जाते हैं हमें. നിങ്ങൾ എത്ര പേർക്ക് അതറിയാം? ആൾക്കാർ നമ്മളെ മറക്കുന്നവരാണ്. अगर आपको वैसा आपकी जिंदगी में नहीं हुआ तो അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്കിൽ किसी को 10,000 रुपए दे के देखो, ആർക്കെങ്കിലും ഒരു 10,000 രൂപ ഒന്ന് കൊടുത്തു നോക്ക്. उसके बाद फोन करना. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഫോൺ വിളിക്ക. एक बार पुराने जमाने के फोन में പണ്ട് കാലത്ത് അന്നത്തെ ഫോൺ ഉള്ള സമയം हम जब ट्रंक कॉल करते थे, നമ്മൾ ട്രങ്ക് കോൾ വിളിക്കുമ്പോൾ, मेरे को अभी भी याद है, हम पठानकोट में हम बच्चे होते थे, ഞങ്ങള് കൊച്ചു പിള്ളേരായിരുന്നു പठानकोट. हम डैडी को कहीं बुलाना होता था, ഡാഡിയെ ഒന്ന് എത്തേണ്ട ആവശ്യമുണ്ട്. तो यहाँ से हम टेलीकम्युनिकेशन डिपार्टमेंट में बुलाते हैं. ഇവിടുന്ന് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കും. 2-3 घंटे फोन के पास बैठा रहना पड़ता है. 2-3 മണിക്കൂർ ഫോണിന്റെ അടുത്ത് തന്നെ കുത്തിയിരിക്കണം. वहां से वो कनेक्ट करते हैं, അവിടുന്ന് അവര് കണക്ട് ചെയ്ത് തരും. फिर फोन आता है. എന്നിട്ട് വേണം വിളിക്കാൻ. उस जमाने के टाइम की बात कर रहा हूँ. ആ കാലത്തെ കാര്യം പറയുകയാണ്. एक बार दो दोस्त थे. ഒരു പ്രാവശ്യം 2 സുഹൃത്തുക്കൾ. एक का नाम था अशोक, ഒന്ന് അശോക്, दूसरा था मनोज. ഒന്ന് മനോജ്. अशोक ने बुलाया मनोज को. അശോക് വിളിച്ചു മനോജിനെ. ट्रंक कॉल उस टाइम के समय के അന്നത്തെ കാലത്തെ ട്രങ്കോള് उसने बुला के बोला, ഫോൺ ചെയ്ത് പറഞ്ഞു, ओ मनोज മനോജ് भाई സഹോദര कैसे हो എങ്ങനെയുണ്ട്? भाई, मेरे को बहुत जरूरत है, എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. 5,000 रुपए की. ഒരു 5,000 രൂപ. उधर से भाई साहब बोले അവിടെ നിന്ന് പറഞ്ഞു, हेलो. ഹലോ. तो इसने बोला दोबारा, രണ്ടാമത് വിഷയം പറഞ്ഞു. यार मैं तेरा दोस्त बोल रहा हूँ, അന്നേരം പറഞ്ഞു, എടാ ഞാൻ നിന്റെ കൂട്ടുകാരനെ ഓർക്കുന്നില്ല, 5,000 रुपए की जरूरत है, 5,000 രൂപയുടെ ആവശ്യമുണ്ട്, जल्दी वापस कर दूंगा. പെട്ടെന്ന് തിരിച്ചു वो തരാം. दोबारा वहां से बोले, രണ്ടാമത് അവിടുന്ന് ആൻസർ വരുവാ, हेलो. ഹലോ. तो ये बीच में जो बैठा हुआ व्यक्ति टेलीकम्युनिकेशन डिपार्टमेंट में, ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നടുക്കിയിരിക്കുന്ന ആള് उसने बोला, यार तेरा दोस्त 5,000 रुपए मांग रहा है यार. അന്നേരം ഇയാള് പറഞ്ഞു, എടാ നീ കേൾക്കാത്തതാണോ, ഇവൻ 5,000 രൂപ ചോദിക്കുവാ നിന്നോട്. उसने वापस वो जवाब दिया, अगर तू सुन सकता तो तू दे दे. അവിടെ നിന്ന് കൂട്ടുകാരൻ പറഞ്ഞു, ഓ നീ വിഷയം കേട്ടല്ലേ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങ് കൊടുത്തേരെ. दोस्त भी हाथ छोड़ देंगे, നമ്മുടെ കൂട്ടുകാർ പോലും നമ്മെ घर കൈവിടും, वाले हाथ छोड़ देंगे, നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൈവിടും, पर परमेश्वर हाथ नहीं छोड़ेगा. എന്നാൽ ദൈവം ഒരിക്കലും നമ്മുടെ കൈവിടത്തില്ല. आप जब वापस जाओगे, നിങ്ങൾ മടങ്ങി പോകുമ്പോൾ आपके हृदय में ये हमेशा बना रहे, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എല്ലായ്പ്പോഴും ഇത് വേണം. इस सृष्टि को रचने वाला हमारा परमेश्वर. സൃഷ്ടിതാവായിരിക്കുന്ന എന്റെ ദൈവം. सोच के देखिए, നിങ്ങളൊന്ന് ഓർത്തു ये നോക്കണം. पूरी पृथ्वी को उसने रचा. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു. इस पृथ्वी के अंदर ഈ ലോകത്തിൽ एक छोटा सा देश इंडिया, ഒരു ചെറിയ സ്ഥലമാണ് ഭാരതം. और इंडिया के अंदर एक छोटा सा जगह केरला. ഈ ഭാരതത്തിലെ ചെറിയൊരു സംസ്ഥാനം കേരളം. ये केरला में ये छोटी सी जगह, ये जगह, ഈ കേരളത്തിലെ ചെറിയൊരു സ്ഥലമായ ഈ സ്ഥലം, उस जगह में आप हो. ആ സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. सब कुछ छोटा होता जा रहा है, എല്ലാം ചെറുതായി पर വരികയാണ്. रचने वाला बहुत बड़ा है. പക്ഷേ ഇതെല്ലാം സൃഷ്ടിച്ചവൻ വലിയവനായ ദൈവമാണ്. वो रचने वाला आपके अंदर है. ആ സൃഷ്ടിതാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. ये सब छोटा होगा, ഇതെല്ലാം ചെറുതായിരിക്കും, पर आपका शरीर भी छोटा होगा, നിങ്ങളുടെ ശരീരം पर वो ചെറുതായിരിക്കും. बड़ा परमेश्वर आपके अंदर है. പക്ഷേ ഈ വലിയവനായ ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. यहाँ बाइबल में लिखा हुआ है, നമ്മൾ എന്താണ് ഇവിടെ വായിക്കുന്നത്? 3री आयत में, മൂന്നാമത്തെ വാക്യം, साल के बाद साल, हर साल वो आराधना के लिए, बलि के लिए, और वह शीलो पुरुष में प्रति वर्ष अपने नगर से सेनाओं के यहोवा को दंडवत करने और मेल बलि चढ़ाने के लिए शीलो में जाता था, और वहां होफनी और फिनेहा नाम, वहां कहां जाते थे? परमेश्वर के घर जाते थे. परमेश्वर के घर, यहोवा के घर, अपने घर नहीं. അവന്റെ വീട്ടിൽ പോയി എന്നല്ല, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് യാഗങ്ങളെ അർപ്പിക്കുവാൻ നാൾതോറും കടന്നുപോയി. जब आराधना का समय आया, ആരാധനയുടെ കാര്യം വന്നപ്പോൾ कहां गए वो? എവിടെയാണ് പോയത്? परमेश्वर के घर. യഹോവയുടെ ഭവനത്തിൽ. आराधना के समय ആരാധനയുടെ സമയത്ത് घर में ना बैठे. നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഇരിക്കരുത്. मैंने बहुत लोगों को देखा हुआ है, ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. लोग आराधना के बाद आते हैं,
അവർ ആരാധനയുടെ ആ ഒരു സ്ലോട്ട് കഴിഞ്ഞേ അവർ ചർച്ചിൽ എത്തത്തുള്ളൂ. मैं पंजाब से थोड़ी उल्टी खोपड़ी वाला हूँ. ഞാൻ പഞ്ചാബിൽ നിന്ന് വന്നതുകൊണ്ട് എൻ്റെ മൈൻഡ് വേറെ രീതിയിലാണ് വർക്ക് कभी कभी मेरे कलीसिया में मैं आराधना बाद में करता हूँ, पहले प्रचार कर लेता हूँ. ഞങ്ങളുടെ ചർച്ചിൽ ചിലപ്പോൾ ഞാൻ ഈ ട്രെൻഡ് മാറ്റാൻ ആദ്യമേ അങ്ങ് പ്രസംഗം വെക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ആരാധന. साल में कम से कम 2 बार करता हूँ मैं. ആ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും. मैंने अपने कलीसिया में एक बार चंदा भी उठाया था घड़ी खरीद के देने के लिए जो लेट आए थे. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഇതിനു വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ എടുത്തു, വാച്ച് മേടിച്ചു കൊടുക്കണം ലേറ്റ് ആയിട്ട് വരുന്നവർക്ക്. हम कहते जब प्रचार करने थे सबसे महत्वपूर्ण समय में हम पहुंच गए. നമ്മൾ പ്രസംഗ സമയത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഇന്നത്തെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അത് തെറ്റായ മനസ്സിലാക്കലാണ്. सबसे महत्वपूर्ण आराधना है. ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ആരാധനയുടെ സമയമാണ്. क्योंकि पाप में गिरने के बाद ही वचन की जरूरत आई. നമ്മൾ പാപത്തിൽ വീണതിന് ശേഷമാണ് വചനത്തിന്റെ ആവശ്യകത വന്നത്. उससे पहले जब हमें रचाया था, उसे बनाया था, हमें आराधना के लिए बनाया था उसने. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തോടുള്ള സഹിത്വത്തിലും ആരാധനയിലും താൻ ജീവിക്കണം എന്നുള്ള താല്പര്യത്തോടായിരുന്നു. जब कोविड आया था, കോവിഡിന്റെ കാലത്ത് हम बहुत सारे लोग जूम पे बैठे थे. നമ്മൾ ഒത്തിരി പേര് സൂമിലൂടെ बहुत ശുശ്രൂഷിച്ചു. सारे लोगों ने पुलिस वालों का ठेका ले रखा था. ഒത്തിരി ആൾക്കാർ പോലീസുകാർ ചെയ്യുന്നത് പോലെയായി. हम देखते रहते थे നമ്മളിങ്ങനെ നോക്കും, कौन क्या कर रहा है. ആര് എന്തുവാ സൂമിലൂടെ. आराधना के समय भी हम ढूंढ रहे हैं कौन क्या कर रहा है. ആരാധന ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആൾക്കാർ ഡിസ്ട്രാക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. बहुत सारे लोग अपना कैमरा ऑफ करके बैठते थे. ഒത്തിരി ആൾക്കാർ ക്യാമറ ഓഫ് ചെയ്ത് सिर्फ उनका नाम दिखता था അവരുടെ പേര് മാത്രമേ ഉള്ളൂ. और मैं बोलता था. ഞാൻ പറയുമായിരുന്നു, मैं जब अरेबिया जाता हूँ, ഞാൻ അറേബ്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ वहाँ औरतें बुर्का पहन के बैठती है. അവിടെ സഹോദരിമാരിങ്ങനെ ബുർക്കയിടും, सिर्फ आंखें दिखती है. അവരുടെ കണ്ണുകൾ മാത്രമേ കാണത്തുള്ളൂ. वैसे लगता है जूम में जब आप कैमरा बंद करके सिर्फ गोरे रंग का सिर्फ नाम दिखता है. അതുപോലെ സൂമില് ആൾക്കാര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുമ്പോൾ അതുപോലെ തോന്നും. आराधना के समय शर्म ना करे. നമ്മൾ ആരാധനയുടെ സമയത്ത് ഏറ്റവും ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കണം. अच्छी तरह आराधना करे. നമ്മൾ നല്ല രീതിയിൽ ആരാധിക്കണം. आराधना के समय वो आराधना के लिए गए. ആരാധനയുടെ സമയത്ത് യഹോവയ്ക്ക് യാഗങ്ങളെ അർപ്പിക്കുവാൻ അവർ പോയി എന്ന് നമ്മൾ वो വായിക്കുകയാണ്. कहाँ गए? शीलो गए. അവർ ഷീലോയിലേക്ക് പോയി. शीलो का मतलब his gift. ഷീലോ എന്ന് പറയുമ്പോൾ അവന്റെ ദാനം, परमेश्वर का गिफ्ट. ദൈവത്തിന്റെ ദാനം. अगर आप आराधना के लिए जाओगे, നിങ്ങൾ ആരാധനയ്ക്കായി പോകുന്നുവെങ്കിൽ परमेश्वर का जो आशीष है वो आप देखोगे. ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ നിങ്ങൾ കാണും. परमेश्वर का गिफ्ट आपकी जिंदगी में देखोगे. ദൈവത്തിന്റെ ആ ദാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. छुटकारा देखोगे. നിങ്ങൾ വിടുതൽ കാണും. पुराने जमाने में हम गाते थे, പഴയ കാലത്ത് ഇങ്ങനെ പാടുമായിരുന്നു, आराधना में है छुटकारा. आजकल तो हम भूल गए वो चीज, है ना. हम सब कुछ आजकल अपने बारे में गाते हैं. ഇപ്പം നമ്മൾ കൂടുതലും എല്ലാം നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള പാട്ടുകളാ. हम उसके बारे में तो भूल ही गए. നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നവരാണ്. आराधना में जब जाओगे, നിങ്ങൾ ആരാധനയുടെ ഇടത്ത് എത്തുമ്പോൾ ये आपके बारे में नहीं है, അവിടെ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളല്ല, ये उसके बारे में है. അത് ദൈവത്തെ കുറിച്ചുള്ള जो हमारा परमेश्वर है, ആ ദൈവമാണ് നമ്മുടെ जो ദൈവം. हमारा प्रभु है. ആ ദൈവമാണ് നമ്മുടെ ദൈവം. आप कितने अच्छे लगते हैं वो नहीं, നിങ്ങളെ കണ്ടാൽ എത്ര മനോഹാരിതയുണ്ട് आप എന്നുള്ളതല്ല, कितने अच्छे गाते हैं वो नहीं. നിങ്ങളുടെ പാട്ടിന് എത്ര മാധുര്യമുണ്ട് എന്നുള്ളതല്ല. हमारी कलीसिया में ഞങ്ങളുടെ ചർച്ചില് हमें 3 वर्शिप टीम है. ഞങ്ങൾക്ക് 3 വർഷിപ്പ് ടീമുണ്ട്. उसमें से एक वर्शिप टीम मेरी बेटी चलाती थी. ഒരെണ്ണം എൻ്റെ മകളാണ് അത് നയിക്കുന്നത്. मेरे वर्शिप टीम वाले मेरे को पसंद नहीं करते, എൻ്റെ വർഷിപ്പ് ടീമിലുള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല. क्योंकि जब आराधना शुरू होता है ആരാധന അങ്ങോട്ട് തുടങ്ങുമ്പോൾ मैं जोर से गाता हूँ. ഞാന് സൗണ്ട് കൂട്ടി പാടും. मेरे को गाने वाली आवाज नहीं है, എന്നാല് നല്ല വോക്കൽസ് എനിക്കില്ല. पर मैंने बाइबल पढ़ा हुआ है थोड़ा बहुत. പക്ഷെ എനിക്ക് വചനത്തിനകത്തെ ചില കാര്യങ്ങൾ അറിയാം. जो बोओगे वही काटोगे. നീ എന്താണോ വിതയ്ക്കുന്നത് അതേ നീ കൊയ്യത്തുള്ളൂ. परमेश्वर ने यही आवाज बोया मेरे अंदर. എന്റെ ഉള്ളിൽ ദൈവം ഇതാണ് വിതച്ചിരിക്കുന്നത്, ഈ ശബ്ദമാണ്, वही वो काटेगा. അത് ഞാൻ മടക്കി मैं കൊടുക്കുകയാണ് जोर से ദൈവത്തിന്. आराधना करता हूँ. ഞാൻ ഉറക്കെ ശബ്ദത്തിൽ कभी कभी मेरी बेटी
गिटार बजाते बजाते मेरे पास में आती है, മോള് ഇങ്ങനെ ഗിറ്റാർ അടിച്ചടിച്ച് ചിലപ്പോ എന്റെ അടുക്കലേക്ക് വരും. मेरे पाँव में दबाती है, എന്നിട്ട് പെട്ടെന്ന് കാലയിലൊന്ന് फिर ചവിട്ടും. वापस चले जाती है. എന്നിട്ട് പതുക്കെ വന്നതുപോലെ തന്നെ അവള് बेटी തിരിച്ചു होने പോകും. के कारण कर पाती है. അവള് മകളായതുകൊണ്ട് അവൾക്ക് അത്രയും തുറന്ന് എന്നോട് പറയാം. आप परमेश्वर के बेटे बेटियां हो. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? मेरे को अपना विश्वास का एक डेफिनेशन है, വിശ്വാസം, ഫെയ്ത്ത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും. लिख के रख लो तो अच्छा होगा. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കുവാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. अंग्रेजी में कहते हैं faith, FAITH. FAITH. Father, all in thy hands. Father, all in thy hands. പിതാവേ, എല്ലാം അങ്ങയുടെ കരങ്ങളിൽ. मतलब आपका सर दर्द नहीं है, നിങ്ങൾ ഓർക്കണം, ഇത് നിങ്ങളുടെ തലവേദനയല്ല. आपके स्वर्गीय पिता देख लेंगे. സ്വർഗത്തിലെ അപ്പൻ നിങ്ങളെ പോറ്റിക്കൊള്ളും. आपको एक ही काम है, आराधना करने का. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പൂർണ്ണതയിൽ ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ മതി. आराधना के लिए गए. അവര് ആരാധനയ്ക്കായി പോയി. 5वां आयत में लिखा हुआ है, 5वां वाक्യം, परंतु हन्ना को वह दुगना दान दिया करता था, क्योंकि वह हन्ना से प्रीति रखता था, तो भी यहोवा ने उसकी कोख बंद कर रखी थी. हाँ, ध्यान से देखना, हन्ना को क्या किया? दुगना. എന്താണ് ഹന്നയ്ക്ക് തന്റെ ഭർത്താവിൽ നിന്നും ലഭിച്ചത്? Grace and favor has the power to bring double portion in your life. ഇവളുടെ പേരിന്റെ അർത്ഥം പോലെ കൃപയും പ്രസാദവും ചേർന്ന് വരുമ്പോൾ ഇരട്ടി പങ്കിന്റെ ഓഹരിയാക്കി തീർക്കുവാൻ അതിനകത്തൊരു വ്യവസ്ഥയുണ്ട്. यीशु मसीह ने कहा, मैं जो कर रहा हूं उससे ज्यादा आप करोगे. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും. क्योंकि उसकी कृपा आपके ऊपर आती है. കാരണം ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ये മേലിരിക്കുന്നു. आपके बल में नहीं, ഇത് നിങ്ങളുടെ ശക്തിയിലല്ല, आपकी पढ़ाई के कारण नहीं, നിങ്ങൾ വലിയതായതുകൊണ്ടല്ല, ये उसकी कृपा के कारण है. ഇത് ദൈവത്തിന്റെ हम കൃപയാണ്. नए नियम में होने के कारण നമ്മൾ പുതിയ നിയമത്തിലായതുകൊണ്ട് परमेश्वर चाहता है ദൈവം हम ആഗ്രഹിക്കുന്നു वो दुगने पोषण के साथ काम करें. നമ്മൾ ഇരട്ടി പങ്കിൽ മുന്നേറണം. दुगने पोषण. ഡബിൾ പോർഷൻ, ഇരട്ടി പങ്ക്. मेरे से लोग आके बोलते, पास्टर जी എന്നോട് ആൾക്കാർ പറയാറുണ്ട്, "പാസ്റ്ററെ, मेरे लिए प्रार्थना करो എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, वो डबल पोषण के लिए." ഇരട്ടി പങ്ക് എനിക്ക് വേണം. मैं सबसे पहला सवाल, ആദ്യത്തെ ചോദ്യം, आपने सिंगल पोषण के साथ क्या किया? ദൈവം തന്ന ഒരു പങ്ക് വെച്ച് നിങ്ങൾ എന്തോ ചെയ്തു? कुछ नहीं किया तो दुगना मिलके क्या करोगे? അത് വെച്ചേ നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇരട്ടി പങ്ക് എന്തിനാ കുഞ്ഞേ നീ जो ആഗ്രഹിക്കുന്നത്? परमेश्वर ने आपको दिया हुआ है, ദൈവം ഓൾറെഡി നിന്റെ കയ്യിൽ आप തന്നിരിക്കുന്നത്, उसमें विश्वास योग्य बने, നീ അതിനകത്ത് വിശ്വസ്തത കാണിക്കണം. वहां परमेश्वर दुगना देगा. അങ്ങനെയാകുമ്പോഴാണ് ഇരട്ടി പങ്ക് നിന്നിലേക്ക് വരുന്നത്. अभी एक व्यक्ति आया मेरे पास आके बोला, पास्टर आपके ऊपर जो अभिषेक है वो मेरे ऊपर डाल दे, प्रार्थना करें. ഒരാൾ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, പാസ്റ്ററേ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്റെ മേലേക്ക് കടന്നു വരുവാൻ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. मैंने कहा, जरूरी चाहिए आपको? ഞാൻ പറഞ്ഞു, നിനക്ക് ഉറപ്പാണോ? बोला हाँ. വേണോ? അത് വേണോ നിനക്ക്? बोला हाँ जी. വേണമല്ലോ. मैंने कहा, घुटने में बैठो. ഞാൻ പറഞ്ഞു, മുട്ടുമടക്കിയിരിക്കുക. वहां घुटने में खड़े बैठे, ഇരുന്നു. मैंने उनका सर पकड़ लिया. ഞാൻ ആ തലയ്ക്ക് കയറി അങ്ങ് പിടിച്ചു. मेरे को पता क्योंकि ये भागेगा अब. കാരണം എന്താന്ന് ചോദിച്ചാല്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ ഓടാൻ സാധ്യതയുണ്ട്. मैंने शुरू किया प्रार्थना करना. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, परमेश्वर, ദൈവമേ, इसके मुंह में कोई थूके, ഇവന്റെ മുഖത്ത് തുപ്പട്ട ആൾക്കാർ, इसको कोई गोली मारे, ഇവനെ ആൾക്കാർ വെടിവെക്കട്ടെ, परमेश्वर ये जेल जाए, ഇവൻ ജയിലിലേക്ക് പോകട്ടെ. तब तक ये सिर हिलाने लगते हैं. അപ്പോഴത്തേക്കിന് അവന്റെ തല ഇങ്ങനെ കിടന്ന് पवित्र आत्मा नहीं है, അത് അഭിഷേകത്തിൽ वो ആടിയതല്ല, भागने के चक्कर में. അവൻ ഓടാൻ നോക്കുക. उसने मेरे को बोला, पास्टर ऐसा क्यों प्रार्थना कर रहे എന്തിനാ പാസ്റ്ററേ ഇതുപോലൊക്കെ പ്രാർത്ഥിച്ചത്? हो? मैंने कहा, ये अभिषेक मिलने के लिए इस सब के इस रास्ते से मैं भी गया था. ഞാൻ പറഞ്ഞു, എന്റെ മേലുള്ളതല്ലേ നിനക്ക് വേണ്ടുന്നത്? ഈ വഴിയിലൂടെ സഞ്ചരിച്ച് വന്നിട്ടാ കുഞ്ഞേ ഇന്ന് എത്തിയ സ്ഥാനത്ത് എത്തിയത്. അതുകൊണ്ട് ഇതിന്റെ ഇരട്ടി പങ്കും നിനക്ക് आजकल तो सब लोग, पास्टर जी ये लो मेरा सिर, प्रार्थना करो. എല്ലാരും ഇങ്ങനെ തല മാത്രം അങ്ങോട്ട് നീട്ടും, പ്രാർത്ഥിച്ചാട്ട്. आसान रास्ता ढूंढते हैं.
വഴിയാണല്ലോ. जितना ज्यादा सर बाहर डालोगे प्रार्थना करने के लिए, എത്രമാത്രം തല നിന്റെ മുൻപോട്ട് പ്രാർത്ഥിക്കാൻ നീട്ടുന്നുവോ उतनी जल्दी बाल आपके सर से गायब हो जाएंगे. അത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുടികൾ കൊഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. आप खुद प्रार्थना करें. നിങ്ങൾ സ്വന്തമായി പ്രാർത്ഥിക്കുക. खुद समय बिताए परमेश्वर के सामने. നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. हन्ना ने और किसी को नहीं भेजा. ഹന്ന വേറെ ആരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു उसको जब വിട്ടില്ല. वो दुगना पोषण मिला, അവൾക്ക് ഇരട്ടി പങ്ക് ലഭിച്ചപ്പോൾ उसके साथ वो खुद गई. അവള് കടന്നുപോയി. वो वहां हमेशा प्रार्थना करती रही. അവള് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ. आप प्रार्थना कर रहे हो? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? वो प्रार्थना करते समय वहां का नबी, उस समय का അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ കാലത്തുണ്ടായിരുന്ന ഇടയൻ एली, ഏലി പുരോഹിതൻ उसे देख के क्या कहता है? അവളെ നോക്കിയിട്ട് എന്താ പറയുന്നേന്ന് അറിയാമോ? वो भी उसे समझ नहीं पाया. അവളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. उसने देखा നോക്കിയിട്ട് पर समझ नहीं पाया. നോക്കി പക്ഷെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. सिमसोन ने देखा ശിംശോൻ നോക്കി और उसने अपने पिता से कहा, പിതാവിനോട് പറഞ്ഞു, मुझे वो औरत दे. എനിക്കും അത് വേണം. आप क्या देख रहे हो? നിങ്ങൾ എന്താണ് കാണുന്നത്? इस औरत ने, हन्ना ने परमेश्वर की तरफ देखा. ഹന്ന ദൈവത്തിങ്കലേക്ക് നോക്കി. पर जब लोग देखते हैं, എന്നാൽ ആൾക്കാർ നോക്കുമ്പോൾ वो हमारा हृदय नहीं देखते, അവര് നമ്മുടെ ഹൃദയമല്ല हमारा കാണുന്നത്. बाहर का व्यवहार देखते हैं. അവര് നമ്മുടെ പുറമേ ഉള്ള ചില രീതികളായിരിക്കും കാണുന്നത്. उसने सोचा ये तो गलत औरत है, അവരിങ്ങനെ അയാൾ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഇവളൊരു തെറ്റായ क्योंकि उसका സ്ത്രീയാണ്. देखना गलत हुआ. കാരണം അയാളുടെ കാഴ്ചപ്പാടിൽ അവള് വേറെ രീതിയിലാണ് अगर आप പെരുമാറിയത്. यूहन्ना 20 में जाओगे तो യോഹന്നാൻ 20 നോക്കിക്കഴിഞ്ഞാൽ, जॉन चैप्टर 20, യോഹന്നാൻ 20 वहां मैरी ने देखा. മറിയ കണ്ടു. क्या देखा? എന്താണ് കണ്ടത്? परमेश्वर ने जो बोला था, എന്താണോ അവിടെ പറഞ്ഞത്, 3 दिन बाद मैं उठूंगा, മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. इन्होंने सबने भविष्यवाणी सुनी. ഈ എല്ലാ ആൾക്കാരും ഇത് കേട്ടതാണ്. ये सबने देखा हुआ था. ഈ ആൾക്കാരെല്ലാം കർത്താവ് പറഞ്ഞത് കേട്ടതാണ്. पर എന്നാൽ जब ये देखा सामने, ഈ മുൻപിൽ കണ്ടപ്പോൾ मरिया को समझ नहीं आया क्या हुआ. മറിയയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. अंग्रेजी बाइबल में ഇംഗ്ലീഷ് ബൈബിളിൽ सी, she saw, കണ്ടു, उसने देखा. അവൾ കണ്ടു. पर ग्रीक बाइबल में എന്നാൽ ഗ്രീക്ക് ബൈബിളിൽ ब्लेपो, ബ്ലെപ്പോ, like a blip, ഒരു ബ്ലീപ്പ് പോലെ, देखा पर समझ नहीं आया. കണ്ടു കണ്ടില്ല എന്നൊരു വിധത്തിൽ. मैरी ने देखा മറിയ കണ്ടു, पर उसको समझ नहीं आया. പക്ഷേ അവൾ ഗ്രഹിച്ചില്ല. उसके बाद അതിനുശേഷം बाइबल कहता है ബൈബിൾ പറയുന്നു, पत्रोस ने देखा. പത്രോസ് കണ്ടു. He saw, പത്രോസ് കണ്ടു. Peter saw. പത്രോസ് കണ്ടു. Greek word ഗ്രീക്ക് പദം therios, തീരിയോസ്. theory. पत्रोस ने देखा तो बोला, अरे ये तो मुश्किल है, थ्योरी कैसा हुआ. പത്രോസ് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യോ ഇതെങ്ങനാ സംഭവിക്കുന്നത്? पर യോഹन्ना ने जब देखा, जॉन when he saw, എന്നാൽ യോഹന്നാൻ കണ്ടപ്പോൾ वहां जो ग्रीक शब्द है അവിടെ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പദം आइडो, ഐഡോ, अंग्रेजी में ऐसे लिखा हुआ है, he saw and he believed. കണ്ട് വിശ്വസിച്ചു. लोग जब देखते हैं वो जड़ की तरफ देखते हैं, ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെയാ നോക്കുന്നത്. पर हम आत्मा में देखें. എന്നാൽ നമ്മൾ ആത്മമണ്ഡലത്തിൽ अगर കാണണം. आप आत्मा में देख सकते हो നിങ്ങൾ ആത്മമണ്ഡലത്തിൽ കാണുവാൻ और विश्वास കഴിവുള്ളവരാണെങ്കിൽ, कर सकते हो, നിങ്ങൾ വിശ്വസിക്കാൻ आप കഴിവുണ്ടെങ്കിൽ जरूर आपकी जिंदगी में वो चीज देखोगे जो आपने आत्मा में देखा था. നിങ്ങൾ ആത്മമണ്ഡലത്തിൽ കണ്ടത് ആക്ഷരികമായി നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ കാണും. मेरा बेटा, എന്റെ മകൻ, he collapsed in the house. അവൻ വീട്ടില് ബോധം കെട്ട് വീണു. Stop breathing. അവന്റെ ശ്വാസം നിലച്ചു. He did not know what to do. എന്ത് ചെയ്യണമെന്നറിയില്ല. I was preaching on Zoom. ഞാൻ സൂമിൽ My wife പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. shouted. എന്റെ ഭാര്യ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി. He just collapsed. അവൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കുഴഞ്ഞു താഴെ വീണു. I ran down. ഞാൻ പെട്ടെന്ന് താഴോട്ട് ഓടിപ്പോയി. He's lying on the floor, not breathing. അവനിങ്ങനെ താഴെ കിടക്കുക, അവന് ശ്വാസം പോലും I എടുക്കുന്നില്ല. lifted him up.
ഞാൻ അവനെ പെട്ടെന്ന് എടുത്തു. And I said, Jesus. ഞാൻ എന്നോട് ചേർത്ത് പിടിച്ച് യേശുവേ എന്ന് വിളിച്ചു. I started to call on the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. He opened his eyes. ഉടനെ അവന്റെ കണ്ണുകൾ പതുക്കെ He did not have a clue what's going on. അവൻ അറിഞ്ഞില്ല അവിടെ എന്തുവാ സംഭവിച്ചതെന്ന്. I tried to leave him. He fell down. ഞാന് കൈവിട്ടപ്പോഴത്തേക്കിന് അവനങ്ങ് താഴെ വീണുപോയി. He became a vegetable condition. അവനൊരു വെജിറ്റബിൾ കണ്ടീഷനിൽ പോലെ ആയിപ്പോയി. We rushed him to the hospital. പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. The doctor said, the ambulance said, bring him now. ആംബുലൻസുകാർ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുവാ. Before the ambulance will reach you, drive this way. നിങ്ങൾ ആംബുലൻസ് എത്താൻ കാത്തു നിൽക്കണ്ട, വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തുടങ്ങിക്കോ. Me and my wife jumped in the car, put him flat on the back seat. ഞാനും ഭാര്യയും പെട്ടെന്ന് വണ്ടിയിൽ കയറി മോനെ ബാക്ക് സീറ്റിൽ We started to speak in tongues. ഞങ്ങൾ അന്യഭാഷകളിൽ ആരാധിക്കുവാൻ തുടങ്ങി. Hannah did not look at a man. ഹന്ന ഒരു മനുഷ്യനെ തേടിയല്ല പോയത്. Hannah looked up to God. ഹന്ന ദൈവത്തിങ്കലേക്ക് അവളുടെ Where ശ്രദ്ധ does my answer come from? എന്റെ ഉത്തരം വരുന്നത് എവിടെ My നിന്നാണ്? answer comes from the Lord. എന്റെ ഉത്തരം യഹോവയിൽ നിന്ന് He is the വരുന്നു. creator of heaven and earth. ഈ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. मैंने देखा. ഞാൻ നോക്കി. हम प्रार्थना कर रहे थे. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. हम गाड़ी चला रहे हैं. ഞങ്ങൾ വണ്ടി ഓടിക്കുക. आधा घंटा. ഒരു അര മണിക്കൂർ ऑक्सफोर्ड सिटी जाने के लिए. ഓക്സ്ഫോർഡ് സിറ്റി എത്തണം. हम अन्य भाषा में प्रार्थना कर रहे ഞങ്ങൾ हैं. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. दोनों. बेटा पीछे लेटा हुआ है. മോൻ പുറകെ കിടക്കുക. हॉस्पिटल जैसे ही पहुंचे. ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ दरवाजा खोला. പെട്ടെന്ന് കതവ് തുറന്നു. बैठ गया सीधा. അവൻ നേരെ എഴുന്നേറ്റ് സീറ്റിൽ അങ്ങ് ഇരുന്നു. निकल के चल के अंदर आया हमारे साथ. അവൻ നടന്നാണ് ഹോസ്പിറ്റലിനകത്തേക്ക് ഞങ്ങളുടെ കൂടെ വന്നത്. पूरा हार्ट का पूरा टेस्ट किया. അവരെല്ലാ ടെസ്റ്റുകളും ആ കുഞ്ഞിന്റെ മേൽ നടത്തി. परमेश्वर चंगा करने वाला परमेश्वर है. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. जीवन देने वाला परमेश्वर है. ജീവിതം നൽകുന്ന ദൈവമാണ്. 4 घंटे बाद 4 മണിക്കൂറുകൾക്ക് हम ശേഷം खुशी के साथ ഞങ്ങൾ സന്തോഷത്തോടു हम കൂടി वापस आए. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നു. मैंने मेरे दोस्त को बुला के बोला. എന്റെ സഹോദരനെ വിളിച്ച് ഞാൻ പറഞ്ഞു, मैंने बोला परमेश्वर अच्छा परमेश्वर है. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. इन्होंने मेरे को बोला അദ്ദേഹം എന്നോട് പറഞ്ഞു, पास्टर जी एक अच्छे होटल में जाके अच्छी तरह खाना खाना. പാസ്റ്ററെ നല്ലൊരു ഹോട്ടലിൽ പോയി നല്ലതുപോലെ ഇരുന്നൊന്ന് ഫുഡ് കഴിക്കുക, खुशी मनाना. ഒത്തിരി നിങ്ങൾ അങ്ങ് ആഘോഷിക്കുക. हम किसको बुलाएं? ആരെ വിളിക്കണം? परमेश्वर को बुलाएं. നമ്മളെല്ലാം എപ്പോഴും യഹോവയുടെ നാമം उत्तर വിളിച്ചപേക്ഷിക്കണം. देने वाला परमेश्वर है. ഉത്തരം നൽകുന്നത് ദൈവമാണ്. Samuel chapter 1. 1 ശമൂവേൽ 1 നമുക്ക് പോകാം. वहाँ परमेश्वर का दास उससे कहता है അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഈ ഹന്നയോട് പറയുകയാണ്. 17वें आयत में 17 വാക്യത്തിൽ പറയുന്നു, ഏലീനെ കഹാ കുശൽ से चली जा, इस्राएल का परमेश्वर तुझे मन चाहा वर दे. हिंदी में लिखा हुआ खुशी, पर अंग्रेजी में गो इन पीस, शांति में जाओ. കുശൽ से चली जा, സമാധാനത്തോടെ നീ പോകുക എന്ന് പുരോഹിതൻ ഇവളോട് പറയുകയാണ്. मैंने एक चीज सीख लिया. ഞാൻ ഒരു കാര്യം പഠിച്ചു. स्ट्रेस लेके कोई फायदा नहीं है. നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. स्ट्रेस हमें बीमारी करेगा. നമ്മൾ എപ്പോഴും ടെൻഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗം പിടിക്കും. इसलिए परमेश्वर हमें उसकी शांति देना चाहता है. അതുകൊണ്ട് തന്നെ തന്റെ സമാധാനം നമ്മളിലേക്ക് ദൈവം നൽകാൻ वो ആഗ്രഹിക്കുന്നു. समझ नहीं पाए, അവർക്ക് മനസ്സിലായില്ല. पर जब उन्होंने इनका हृदय सुना, പക്ഷേ തന്റെ ഹൃദയം കേട്ടപ്പോൾ आशीष दिया പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചു. और कहा എന്നിട്ട് എന്താ പറഞ്ഞത്? शांति में जा. നീ സമാധാനത്തോടെ പോകുക, शांति में സമാധാനത്തോടെ. जो तूने इच्छा मांगी है, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ वो उसका फल तू देखेगी. അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം हमारा പറഞ്ഞു. परमेश्वर उत्तर देने वाला परमेश्वर है. നമ്മുടെ ദൈവം ഉത്തരം തരുന്ന जो ദൈവമാണ്. आप मांगोगे, നിങ്ങൾ എന്താണോ ചോദിക്കുന്നത്, मांगोगे तो मिलेगा. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. क्या मांग रहे हो? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? विश्वास में क्या पूछ रहे हो? വിശ്വാസത്തോടെ എന്താണ് ചോദിക്കുന്നത്? विश्वास में मांगे. നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കണം. झारखंड के लिए मांगे, ജാർഖണ്ഡിനെ നിങ്ങളൊന്ന് ചോദിക്കുക, गुजरात के लिए मांगे, ഗുജറാത്ത് ഒന്ന് ചോദിക്കുക, छत्तीसगढ़ के लिए मांगे, ഛത്തീസ്ഗഡ് നിങ്ങളൊന്ന് ചോദിക്കുക, नागालैंड के लिए मांगे, നാഗാലാൻഡ് ഒന്ന് ചോദിക്കുക, ओडिशा के लिए मांगे, ഒറീസ ചോദിച്ചു നോക്കുക, महाराष्ट्र के लिए मांगे. മഹാരാഷ്ട്ര ചോദിക്കുക. लोग बोलेंगे
ആൾക്കാര് പറയും अरे नहीं हो सकता, അയ്യോ പറ്റത്തില്ല, क्योंकि वो जड़ में देख रहे हैं, കാരണം അവര് ജഡപ്രകാരം നോക്കുകയാണ്. आप आत्मा में देखें। എന്നാൽ നിങ്ങൾ ആത്മാവിൽ അത് കാണണം. आपके मीटिंग में लोग चंगे होते हुए आत्मा में देखें। നിങ്ങളുടെ മീറ്റിംഗിൽ രോഗികൾ സൗഖ്യമാകുന്നത് ആത്മാവിൽ നിങ്ങൾ കാണണം. आपकी कलीसिया बढ़ोतरी देख रही है, आप आत्मा में देखें। നിങ്ങളുടേതായിട്ടുള്ള സഭകൾ വർദ്ധിച്ചു വരുന്നത് ആത്മാവിൽ നിങ്ങൾ കാണണം. क्या देख रहे हो? എന്താണ് കാണുന്നത്? जो देखोगे, നിങ്ങൾ എന്ത് കാണുന്നു? विश्वास में बोलोगे, നിങ്ങൾ വിശ്വാസത്തോടെ പറയുമോ? आप जरूर आपकी जिंदगी में देखोगे। അത് തന്നെയാണ് ജീവിതത്തിൽ അനുഭവമായി വരുന്നത്. अगर घर नहीं है तो വീടില്ലെങ്കിൽ विश्वास में देखो, വിശ്വാസത്തോടെ അത് एक കാണണം. फोटो बनाओ। ഒരു ഫോട്ടോ ഉണ്ടാക്ക. मेरे को अभी एक व्यक्ति सऊदी अरेबिया में मिला, സൗദി അറേബ്യയിൽ ഒരാളെ കണ്ടു. उन्होंने मेरे से बोला, എന്നോട് പറഞ്ഞു, आपका पिता का संदेश हमने सुना, നിങ്ങളുടെ പിതാവിന്റെ ആ സന്ദേശം ഞങ്ങൾ കേട്ടു. हमने सोचा घर बनाएंगे, ഞങ്ങൾ ഓർത്തു വീടുണ്ടാക്കാം. हमने सोचा 3 ज्यादा 3 कमरा, ഞങ്ങൾ ഓർത്തു കൂടിപ്പോയാ 3 മുറി. पर विश्वास के साथ എന്നാൽ വിശ്വാസത്തോടെ हम 4 कमरे का बनाएंगे। 4 മുറിയുള്ള വീടുണ്ടാക്കുക. विश्वास के साथ, വിശ്വാസത്തോടെ, विश्वास की आंखों से देखा। വിശ്വാസത്തിന്റെ കണ്ണുകളാൽ അവർ കണ്ടു. इस महीने ഈ മാസം वो घर पूरा हो गया, ആ വീട് പണി പൂർത്തീകരിക്കപ്പെടുകയാണ്. विश्वास के साथ देखने के कारण, വിശ്വാസത്തോടെ കണ്ടത് മുഖാന്തരം, विश्वास के साथ फोटो बना के अपने बाइबल में लेके चलने के कारण। വിശ്വാസത്തോടെ അതിനു വേണ്ടിയുള്ള പ്ലാൻ വരച്ച് ബൈബിളിനകത്ത് സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. क्या देख रहे हो? എന്താണ് കാണുന്നത്? क्या देख रहे हो? എന്താണ് കാണുന്നത്? हन्ना क्यों गई? ഹന്ന എന്തുകൊണ്ടാണ് क्योंकि പോയത്? उसको पता है കാരണം അവൾക്കറിയാം परमेश्वर के सामने जाएं, യഹോവയുടെ മുൻപാകെ പോകണം. अपनी नजरें उस पे लगा के रखें, കണ്ണ് അവിടെ തന്നെ വെക്കണം. वो जरूर आशीष देगा। തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. उसका गर्भपात्र खाली था, बच्चे नहीं थे, बंद था। അവളുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു. वो तो श्राप है, അതൊരു ശാപമല്ലേ? पर वहां एक वचन आया, എന്നാൽ ഒരു വചനം വന്നു, जरूर होगा। അത് സംഭവിക്കും. अरे परमेश्वर भी हमें वचन देता है। ദൈവം നമുക്ക് मैं വാഗ്ദത്തങ്ങൾ चंगा തരും. करने वाला परमेश्वर हूँ, ഞാൻ സൗഖ്യമാക്കുന്ന मैं ദൈവമാണ്. छुटकारा देने वाला परमेश्वर ഞാൻ हूँ। വിടുതൽ നൽകുന്ന ദൈവമാണ്. अगर हम विश्वास कर सकते हैं, നമുക്ക് വിശ്വസിക്കുവാൻ हम കഴിയുമെങ്കിൽ हमारी जिंदगी में देखेंगे। നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കാണും. क्या देख रहे हो? എന്താണ് കാണുന്നത്? उसने देखा, അവൾ കണ്ടു. इसलिए वो वचन उसके पास आया। അതുകൊണ്ട് വചനം അവളിലേക്ക് വന്നു. अब्राहम, അബ്രഹാം उत्पत्ति 15 में ഉൽപ്പത്തി പുസ്തകം 15-ാം वहां അധ്യായം ऐसा लिखा हुआ है, അവിടെ ഇങ്ങനെയാണ് and the എഴുതിയിരിക്കുന്നത്, word of the Lord came to Abraham. ദൈവത്തിന്റെ വചനം അബ്രഹാമിലേക്ക് വന്നു. परमेश्वर का वचन अब्राहम की तरफ आया। ദൈവത്തിന്റെ വചനം അബ്രഹാമിലേക്ക് വന്നു. अगर आप विश्वास में खड़े हैं तो നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു वो എങ്കിൽ वायदा का वचन आपकी तरफ आएगा। ആ വാഗ്ദത്ത വചനം നിങ്ങളിലേക്ക് വരും. वो वचन को पकड़ के ആ വചനം ഒന്ന് സ്വീകരിച്ച് एक औरत को गर्भपात्र में बच्चे होने हैं तो ഒരു സഹോദരി അവൾക്ക് ഗർഭിണിയാകണമെങ്കിൽ एक मनुष्य का, एक पुरुष का बीज उसके अंदर आना चाहिए। ഒരു പുരുഷന്റെ ബീജം അവളുടെ ഉള്ളിലേക്ക് വരണം. अगर परमेश्वर का वचन आपके अंदर आए, ദൈവത്തിന്റെ വചനം ഒരു ബീജമായി നിങ്ങളുടെ ആത്മാവിൽ അത് വരുമ്പോൾ आप भी प्रेग्नेंट हो जाएंगे। നിങ്ങളും ചില കാര്യങ്ങൾ ഗർഭം ധരിക്കുന്ന അനുഭവം ആത്മാവിൽ നിങ്ങൾക്കുണ്ടാകും. कभी कभी अपने पेट को हाथ लगा के बोलना आशीषित है। ചില സമയത്ത് നിങ്ങളുടെ വയറേൽ ഇങ്ങനെ കൈവച്ച് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. परमेश्वर आशीष देने वाला परमेश्वर। നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. वचन मिला, വചനം കിട്ടി. मेरा ये संदेश का टाइटल है, ഞാൻ പറയുന്ന ഈ വചനത്തിന്റെ തലക്കെട്ട്, and the Lord remembered Hannah. ദൈവം ഹന്നായെ ഓർത്തു. वचन मिला, വചനം കിട്ടി. वो घर गई, खाना खाया, അവള് വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. उसे परमेश्वर ने क्यों याद किया? എന്തുകൊണ്ടാണ് ഈ ഹന്നായെ ദൈവം ഓർത്തത്? बहुत सारे लोगों को वचन है, ഒത്തിരി ആൾക്കാരുടെ കൈ വാഗ്ദത്തമുണ്ടല്ലോ, पर परमेश्वर उन्हें याद करता है कि नहीं? പക്ഷെ ദൈവം അവരെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ? वो है सवाल। അതാണ് വിഷയം. 19वीं आयत में അതിന്റെ 19-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, भोर को वे सवेरे उठ यहोवा को दंडवत करके रामा में अपने घर लौट गए और एलकाना अपनी स्त्री हन्ना के पास गया और यहोवा ने उसकी सुधि ली. ध्यान से देखना, सुबह उठ के उसने कहां गई? आराधना के लिए। വെളുപ്പിനെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുവാൻ അവൾ പോയി. बहुत सारे लोगों को वचन मिलता है, उसके बाद गायब हो जाते हैं। ഒത്തിരി ആൾക്കാർക്ക് വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കാണത്തേയില്ല. छुटकारा मिलता, गायब हो जाते हैं।
വിടുതൽ കിട്ടി പിന്നെ കാണാനില്ല. हमें पता रैप्चर नहीं हुआ पर वो गायब हो गए. നമുക്കറിയാം ഈ ഉൾപ്രാവണം സംഭവിച്ചിട്ടില്ല, പക്ഷെ അവരെ കാണുന്നില്ല. वचन मिलने के बाद भी सुबह सुबह उठ के आराधना के लिए जाने के लिए तैयार. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, വാഗ്ദത്ത വചനം ലഭിച്ചു, എല്ലാം റെഡിയാണ്. പക്ഷെ എന്നിട്ട് പോലും അവൾ വെളുപ്പിനെ എഴുന്നേറ്റ് ആരാധനയ്ക്കായി കടന്നുപോയി. दाऊद कहता है, ദാവീദ് ഇങ്ങനെ പറയുന്നു, early in the morning will I seek your face, O Lord. വെളുപ്പിനെ എഴുന്നേറ്റ് അധികാലത്തെ ഞാൻ യഹോവയുടെ മുഖം सुबह उठ के അന്വേഷിക്കും. हन्ना भी गई आराधना के लिए. വെളുപ്പിനെ എഴുന്നേറ്റ് ഹന്ന ആരാധനയ്ക്കായി दूसरों के साथ नहीं गई, അവള് വേറെ ആരെയും കൂട്ട് കൊണ്ടോന്ന് നോക്കിയില്ല, खुद गई. അവള് തന്നെ പോയി. आप जाओगे तो मैं आऊंगी. നിങ്ങളുണ്ടേൽ വേണേ ഞാൻ വരാം. लोग जाएं या ना जाएं, ആൾക്കാര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും आराधना में कमी ना दिखाएं. നിങ്ങളുടെ ആരാധന ഒരിക്കലും കുറഞ്ഞു പോകരുത്. पीछे ना बैठे. നിങ്ങൾ പുറകിലിരിക്കരുത്. मेरे कलीसिया में हम ऑनलाइन चलाते हैं, ഓൺലൈൻ ചേർച്ചും ഞങ്ങൾക്കുണ്ട്, इकट्ठे चलाते हैं हम. ഒരുമിച്ച് നടത്തും. तो एक विश्वासी कलीसिया आता ही नहीं है, ऑनलाइन बैठा रहता है घर पे बैठे. ഓൺലൈനും ഓഫ്ലൈനും ഒരുപോലെയുണ്ട്. ഒരു വിശ്വാസി ഒരിക്കലും ചർച്ച വരികയില്ല, എപ്പോഴും ഓൺലൈൻ കണ്ടാ മതി. एक दिन मैंने बोला, ഒരു ദിവസം ഞാൻ പറഞ്ഞു, जो बार बार कलीसिया नहीं आते, സഭയിൽ സ്ഥിരമായി വരാത്തവർ, ऑनलाइन देखते हो, ഓൺലൈനിൽ സഭ കൂടുന്നവർ, जब स्वर्ग जाने का समय आएगा परमेश्वर भी आपको ऑनलाइन स्वर्ग दिखा देगा. സ്വർഗത്തിൽ പോകാൻ സമയമാകുമ്പോൾ അതും ഓൺലൈൻ വഴി തന്നെ കയറിയാ മതി. आपके अंदर एक इच्छा है आराधना करने के लिए? നിങ്ങളുടെ ഉള്ളിൽ ആരാധിക്കാൻ ഒരു ഹൃദയമുണ്ടോ? कोई देखे या ना देखे, അതിനി ആരെയും കാണുന്നുണ്ടോ കാണുന്നില്ലയോ? दाऊद को तो कोई नहीं देख रहा था, ദാവീദിനെ ആരും കണ്ടില്ല, पर आराधना करने के कारण പക്ഷേ അവന് തനിച്ചിരുന്ന് जो ആരാധിക്കും. भेड़ बकरी चला रहा था, അതുകൊണ്ട് അവൻ ഇത് ആടുമാടുകളെ മേയിച്ചോണ്ട് നടന്നവൻ, उसकी जिंदगी बदल गई. അവന്റെ ജീവിതം वो രൂപാന്തരപ്പെട്ടു. इस्राएल का राजा बना. അവൻ ഇസ്രായേലിന്റെ രാജാവായി മാറി. हन्ना जो आराधना करने के लिए तैयार थी, ആരാധിക്കുവാൻ തയ്യാറായ ഹന്ന, उसकी जिंदगी में एक बदलावट आया. അവളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം സംഭവിച്ചു. आराधना करने के बाद कहां गई वो? ആരാധിച്ചു കഴിഞ്ഞ് അവൾ എവിടേക്കാ പോയത്? रामा. രാമ. रामा का मतलब എന്താണ് രാമയുടെ അർത്ഥം? हाई प्लेसेस, ഉയർന്ന സ്ഥലങ്ങൾ. ऊंची जगह. ഉയർന്ന जब സ്ഥലങ്ങൾ. आप आराधना करोगे, ആരാധന ചെയ്യുമ്പോൾ आप नीचे को नहीं जाओगे, നിങ്ങൾ താഴേക്ക് പോകത്തില്ല, आप ऊपर को जाओगे. ദൈവം നിങ്ങളെ ഉയർത്തും. इसलिए हम गाते हैं, അതുകൊണ്ട് നമ്മൾ പാടും, स्तुति आराधना ऊपर जाती है. സ്തുതിയും ആരാധനയും മുകളിലേക്ക് പോകുന്നു. आपकी आराधना हमेशा आपको ऊपर को लेके जाएगी. നിങ്ങളുടെ ആരാധന നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ്. इसलिए आज से അതുകൊണ്ട് ഇന്ന് മുതൽ आपकी आराधना में कमी ना दिखाएं. നിങ്ങളുടെ ആരാധന ഒരിക്കലും കുറയ്ക്കരുത്. और बाइबल कहती है, ദൈവത്തിന്റെ വചനം പറയുന്നു, उसके बाद അതിനുശേഷം and the Lord remembered Hannah. യഹോവ ने उसकी सुधि ली. യഹോവയായ ദൈവം അവളെ ഓർത്തു. മറന്നില്ല കേട്ടോ, ദൈവം മറന്നില്ല. ദൈവം ഓർത്ത് उसने उसके प्रभु उसको भूल नहीं गए, उसको याद किया प्रभु ने. നീ ആരാധിച്ച ദൈവം നിന്നെ ഓർക്കും. जिस परमेश्वर की आराधना तुमने की वो परमेश्वर तुम्हें याद करेगा. നമ്മുടെ ആരാധന ഒരു മാറ്റം കാണണം. എല്ലാവരും ആരാധിക്കുന്ന പോലെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. हर कोई जैसे आराधना करता है वैसे तुम भी साधारण रीति से आराधना क्यों करोगे? उससे हटकर दिल से, पूरे दिल से तुम प्रभु की आराधना करो. बहुत लोग आराधना करते हुए मैंने देखा हुआ है. ഒത്തിരി പേര് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. उससे अच्छा है कि घर पे बैठे रहो. അതിനെക്കാട്ടിലും നല്ലത് വീട്ടിലങ്ങിരുന്നാ പോരെ. हम रोटी बनाने नहीं आए, നമ്മള് ഇവിടെ ചപ്പാത്തി കഴിക്കുവല്ല. पवित्र परमेश्वर, വിശുദ്ധനായ ദൈവം, स्वर्गीय परमेश्वर, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, पृथ्वी का राजा, ഈ ഭൂമിയിലെ രാജാവ്, उसकी आराधना करने आए हैं. ആ വലിയവനായ ദൈവത്തെ ഉയർത്തുവാൻ, സ്തുതിക്കുവാൻ, പാടുവാൻ, ആഘോഷിക്കുവാൻ, ആരാധിക്കുവാനാണ് നാം ചേർന്ന് വരുന്നത്. आपके आराधना में आपका छुटकारा. നിങ്ങളുടെ ആരാധനയിൽ നിങ്ങളുടെ വിടുതൽ ഒളിഞ്ഞിരിക്കുകയാണ്. जब आराधना में आप छुटकारा देखोगे, ആരാധനയിൽ വിടുതൽ കാണുമ്പോൾ ध्यान से देखना, ശ്രദ്ധിച്ചു നോക്കണം.
हन्ना के बेटे का नाम क्या है? ഹന്നയുടെ മകന്റെ പേരെന്താണ്? तो मेरे को जरा पेनीना के बच्चों के नाम बताना। പെനീനയുടെ മക്കളുടെ പേരൊന്ന് പറയാമോ ആരെങ്കിലും? कोई नहीं जानता। बहुत थे, बस इतना मत। बहुत थे पर कोई नहीं जानता उन्हें। അവരുടെ പേര് ആരും ഓർക്കാറില്ല. आप सच्ची आराधना करोगे तो എന്നാൽ നേരാംവണ്ണം നിങ്ങൾ ദൈവത്തെ आपकी ആരാധിക്കുന്നവരാണെങ്കിൽ पीढ़ियों को भी लोग जानेंगे कि आराधना वाले घर से आए हैं। തലമുറകൾ പോലും, നിങ്ങളുടെ തലമുറകൾ ആരാധിക്കുന്ന ഭവനത്തിൽ നിന്നും ഉത്ഭവിച്ചു വന്നതാണെന്ന് ലോകം അറിയും. जो आशीष आपके घर आएगा, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന लोग അനുഗ്രഹം पहचानेंगे कि ये परमेश्वर से आया हुआ है। ആൾക്കാർക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയും, ഇവൻ ദൈവത്താൽ हम तो അനുഗ്രഹിക്കപ്പെട്ടവൻ. सामुएल को भूल ही नहीं सकते, ശമൂവേലിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? पर उसकी माता ने जो उसके लिए सैक्रिफाइस किया, എന്നാൽ അമ്മ അവന് വേണ്ടി അവന്റെ പക്ഷത്ത് നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. जो जो त्याग किया അവൾ എന്തെല്ലാം മാറ്റിവെച്ചു आराधना के लिए। ആരാധനയ്ക്ക് വേണ്ടി. कितने लोग जानते हैं मुश्किल है कभी कभी आराधना करना। നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആരാധന എന്ന് പറയുന്ന കാര്യം എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. कभी कभी मैं थक के आता हूँ, ചിലപ്പോൾ ഞാൻ ഒരുപാട് ക്ഷീണിതനായി വരും. सैटरडे को रात को पहुंचता हूँ, സാറ്റർഡേ ലേറ്റ് നൈറ്റ് ആയിരിക്കും कभी कभी എത്തുന്നത്. संडे सुबह सुबह पहुंचता हूँ, സൺഡേ വെളുപ്പിനെ ആയിരിക്കും എത്തുന്നത്. थोड़ी देर के लिए लेटता हूँ, കുറച്ചു നേരം ഒന്ന് തലചായിക്കും, सो जाता हूँ। ഉറങ്ങിപ്പോകും. मेरी बीवी मेरे को बुलाती है, എന്റെ ഭാര്യ എന്നെ വിളിക്കും. थका हुआ हूँ, ഞാൻ ഒത്തിരി ക്ഷീണിച്ച मन नहीं करता जाने के लिए, എനിക്ക് സത്യം പറഞ്ഞ എഴുന്നേറ്റ് പോകാൻ पर वो മനസ്സില്ല. याद दिला देती है, പക്ഷെ അവൾ എന്നെ ഓർമ്മിപ്പിക്കും, आप ही हो पास्टर इस कलीसिया के। നിങ്ങള് ഈ ചർച്ചിന്റെ പാസ്റ്റർ ആണെന്ന് മറക്കണ്ട, നിങ്ങളാണ് പാസ്റ്റർ. वो याद दिलाए या ना दिलाए, ഇനിയിപ്പോൾ അവൾ ഓർമ്മിപ്പിച്ചാലും ഇല്ലെങ്കിലും अंदर एक इच्छा है, ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. कुछ मिले या ना मिले, കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി अंदर एक इच्छा है, ഒരു വലിയ വാഞ്ചയാണ് तेरी ഉള്ളിൽ आराधना കിടക്കുന്നത്. करूं परमेश्वर। ദൈവമേ, നിന്റെ ജനത്തോട് ചേർന്ന് നിന്നെ എനിക്കൊന്ന് ആരാധിക്കണം. आराधना करने वाले लोग ആരാധിക്കുന്ന വ്യക്തികൾ हमेशा आशीष पाते हैं। അവരെല്ലാം എപ്പോഴും അനുഗ്രഹിക്കപ്പെടും. मेरी बेटी, എന്റെ മകൾ, उसको हम थोड़े परेशानी से जा रहे थे हमारी कलीसिया में। ഞങ്ങളുടെ കൂട്ടായ്മയില് ചില പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നു. हमें कलीसिया से हमने शुरू किया वो कलीसिया, ഞങ്ങൾ തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ്. हमारे असिस्टेंट पास्टर ने हमें बोला आपसे वापस नहीं आना आप इस कलीसिया में। അസിസ്റ്റന്റ് പാസ്റ്ററിനെ ആപ്സെ ബോലാ. हमसे बोला, അസിസ്റ്റന്റ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് സഭയിലോട്ട് വരണമെന്നില്ല, हम अब से सीनियर पास्टर हैं। ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ സീനിയർ പാസ്റ്റർ. थोड़ा बातचीत हुआ, അപ്പൊ ഞങ്ങൾ തമ്മിൽ കുറച്ച് സംസാരമുണ്ടായി. उसमें एक बोर्ड मेंबर जो इसका भाई था, അതിനകത്തുള്ള ഒരു ബോർഡ് മെമ്പർ ഇദ്ദേഹത്തിന്റെ हमने സഹോദരനായിരുന്നു. बोला ठीक है हम वापस नहीं आएंगे। ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. हमसे बोला, मुंह पे देख के मेरे से बोला, എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, अब देखते हैं आप कैसे जियोगे। ഇനിയിപ്പൊ നിങ്ങളുടെ ഈ നടപ്പും ജീവിതവും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. मैं एक अलग रीति का व्यक्ति हूँ, ഞാനൊരു വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. अगर मेरे को कोई चुनौती दे എന്നെ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ मैं खड़ा हो जाता हूँ, फिर അപ്പോൾ എന്തോ ഒന്ന് എന്റെ ഉള്ളിൽ അങ്ങ് എഴുന്നേറ്റ് मैं നിൽക്കും. बैठ नहीं सकता। फिर പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. मैंने कहा ഞാൻ പറഞ്ഞു, अब्राहम का परमेश्वर मेरा भी परमेश्वर, അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാ, दानियल का परमेश्वर मेरा परमेश्वर है। ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവമാ. देखते हैं अगर उसने मुझे बुलाया है कि नहीं। എന്നെ വിളിച്ചവൻ ദൈവമാണോ അല്ലയോ എന്നൊന്ന് നോക്കാം. हमारे वहां के मेयर, അവിടുത്തെ മേയർ, जब उनको पता चला അദ്ദേഹം ഈ വിഷയം അറിഞ്ഞു. हमारे असिस्टेंट पास्टर ने ये किया, എന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ എന്നോട് ഇങ്ങനെ ചെയ്തു. हम वहां का टाउन हॉल इस्तेमाल कर रहे थे। അവിടുത്തെ ടൗൺ ഹാൾ ആയിരുന്നു ഞങ്ങൾ ആരാധനയ്ക്ക് उन्होंने ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. एक नोटिस डाला, അദ്ദേഹം ഒരു നോട്ടീസ് ഇറക്കി, इस टाउन में, इस शहर में, ഈ പട്ടണത്തിൽ इस कलीसिया को ഈ സഭയ്ക്ക് अब से कोई भी हॉल नहीं देगा। ഇനി ആരും ഇവർക്ക് ആരാധനയ്ക്ക് ഒരു സ്ഥലം കൊടുക്കത്തില്ല. और मेरे से बोला, എന്നോട് പറഞ്ഞു, हमारा टाउन हॉल अब से आप एक पैसा नहीं देना, हमेशा आपके पास इधर की चाबी होगी, हालेलुया। जब आराधना करना आप आराधना करो। ആമേൻ. എന്നിട്ട് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിന് എന്നോടുള്ള പ്രസാദം നിമിത്തം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ ടൗൺ ഹാള് ഒരു ചില്ലിക്കാശ് എനിക്ക് തരണ്ട, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്, എപ്പോ വേണമെങ്കിലും ഇവിടെ ആരാധന നടത്താം. पिछले 10 साल से
കഴിഞ്ഞ 10 വർഷങ്ങൾ, exactly now 10 years, 10 വർഷങ്ങളായി. 16th of September we had a problem. 16th സെപ്റ്റംബർ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായി. 2014 10 साल बाद 10 വർഷങ്ങൾക്ക് ശേഷം एक रेंट नहीं दिया मैंने. ഒരു റെന്റ് പോലും അവിടെ കൊടുക്കാതെ ആരാധനയ്ക്ക് അവിടെ കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നു. हमारे बारे में हमारे प्रधानमंत्री को बताया. ഞാൻ ഈ വിഷയം അവിടുത്തെ हमारे मेयर ने हमारे बारे में प्रधानमंत्री को बताया. മേയർ ഇങ്ങനെ ഒരു പാസ്റ്റർ ഉണ്ട്, ഈ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇങ്ങനെയെല്ലാമാണെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി हमसे അറിയിച്ചു. प्रार्थना करवाने के लिए आए. എന്നോട് പ്രാർത്ഥന ആഗ്രഹിച്ചു വന്നു. हमने प्रार्थना किया. ഞാൻ പ്രാർത്ഥിച്ചു. मेरे से बोला, എന്നോട് പറഞ്ഞു, आपको जो जरूरत है നിങ്ങൾക്ക് എന്ത് हमसे ആവശ്യമുണ്ടെങ്കിലും बोलोगे तो എന്നോട് പറഞ്ഞാൽ हम मदद करेंगे. ഞാൻ സഹായിക്കും. परमेश्वर दरवाजे खोलने लगा. ഒത്തിരി വാതിലുകൾ എന്റെ ജീവിതത്തിന്റെ മുൻപിൽ ദൈവം मैंने തുറന്നു. बोला, परमेश्वर ഞാൻ പറഞ്ഞു, ദൈവമേ, अब इंडियन को नहीं लेके आना. ഇനി ഒരു ഇന്ത്യനെയും എനിക്ക് കൂട്ട് സഹായിയായി ഇങ്ങോട്ട് വേണ്ട. अगर तू मेरे को यहाँ लेके आया, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ यहाँ के लोगों को मेरे को दे. അവിടുത്തെ ആൾക്കാരെ എനിക്ക് വിശ്വാസികളായിട്ട് വേണം. मेरे कलीसिया में എന്റെ ചർച്ചില് 60% 60% लोग अफ्रीका से है. ആഫ്രിക്കൻ ആൾക്കാരാണ് വിശ്വാസികളായിട്ട് ആ ചർച്ചിലുള്ളത്. इंडियन सिर्फ 5% है. 5% ആൾക്കാർ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ളവരുള്ളൂ. बाकी सब वहाँ के लोग हैं. ബാക്കി എല്ലാവരും അവിടെയുള്ളവരാണ്. परमेश्वर आशीष देने लगा. ദൈവം അനുഗ്രഹിക്കുവാൻ मैंने തുടങ്ങി. बेटी को बोला, ഞാൻ മോളോട് പറഞ്ഞു, हमने पहला संडे जब आराधना करने के, ആദ്യത്തെ സൺഡേ मैंने ആരാധിച്ചപ്പോൾ उसको गिटार दिया. ഞാൻ അവക്ക് ഗിറ്റാർ मैंने കൊടുത്തു. कहा तू गिटार बजा. ഞാൻ പറഞ്ഞു, മോളെ നീ വായിക്ക. मेरे से बोला, डैडी गिटार नहीं बजाना आता. ഞാൻ പറഞ്ഞു, ഡാഡി ഗിറ്റാർ വായിക്കാൻ എനിക്ക് मैंने कहा, അറിയത്തില്ല. लोगों को भी नहीं पता गिटार कैसे बजता. तू कोई बात नहीं, तू बजा. ഞാൻ പറഞ്ഞു, ഈ ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല ഗിറ്റാറിന്റെ ഈണം എങ്ങനെയായിരിക്കുന്നതെന്ന്. മോൾ അടിച്ചങ്ങ് പാടിക്കോ. मैंने कहा हम गाएंगे. ഞാൻ പറഞ്ഞു, ഞാൻ പാടും. हम 2-3 गाना 6 महीना गाए. 2-3 പാട്ട് തന്നെ എടുത്തു വെച്ച് ഒരു 6 മാസം അങ്ങോട്ട് This പാടി. is the day that the Lord has made. ഇതാണ് ദിവസം യഹോവ ഉണ്ടാക്കിയത്. What a mighty God we serve. നമ്മുടെ ദൈവം എത്ര വലിയവനായ We ദൈവം. bring sacrifice of praise. നമ്മള് സ്തുതിയുടെ യാഗങ്ങൾ കൊണ്ടുവരുന്നു. ഈ പാട്ടുകൾ മാത്രം അങ്ങോട്ട് പാടാൻ 6 തുടങ്ങി. महीना हमने गाया. 6 മാസം ഈ പാട്ടുകൾ പാടി आराधना किया. ആരാധിച്ചു. कैसे गाया पता नहीं, पर हमने गाया. എങ്ങനെയൊക്കെ പാടി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ പാടി തകർത്ത് പാടി. जब स्कूल जाने का, सीनियर स्कूल जाने का समय आया उसका, സീനിയർ സ്കൂളിലേക്ക് അവള് പോകാൻ ആയപ്പോ, क्योंकि इन्होंने मेरे को चुनौती दी थी, ഇദ്ദേഹം എനിക്കൊരു വെല്ലുവിളി തന്നിട്ടാ പോയത്. मैंने कहा मेरी बेटी को, ഞാൻ എന്റെ മോളോട് പറഞ്ഞു, दुनिया में जो सबसे बढ़िया स्कूल है, ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്കൂള് तू वहां पढ़ेगी. നീ അവിടെ പഠിക്കും. तो मेरे से बोला, हम इसको स्कूल के सामने लेके गए, ഞാൻ ആ സ്കൂളിന്റെ മുമ്പിൽ ഇവളെ കൊണ്ടുപോയി. ऑक्सफोर्ड में. ഓക്സ്ഫോർഡിൽ കൊണ്ടുപോയി. वहां जब लेके गए, അവളെ കൊണ്ടുപോയപ്പോ हमने कहा तू यहाँ जाएगी. ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ ഇവിടെ പഠിക്കാൻ हर പോകുന്നത്. ट्यूसडे, എല്ലാ ട്യൂസ്ഡേ 2 साल के लिए 2 വർഷം 7 बजे, 7 മണിക്ക്. क्योंकि रात हो जाती है, वहां कोई देखेगा नहीं. രാത്രിയാകുമ്പോ ആരും ഞങ്ങൾ കാണിക്കുന്ന ഒന്നും കാണത്തില്ലല്ലോ. सड़क में खड़े होके ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ റോഡിൽ പോയി हम നിൽക്കും. बोलते थे, എന്നിട്ട് ഞങ്ങൾ പറയും, यहाँ जाएगी तू. നീ ഇവിടാ മോളെ പഠിക്കാൻ പോകുന്നത്. हम फिर उससे बोलते, तू बोल. എന്നിട്ട് ഞങ്ങൾ അവളോട് പറയും, मैं നീയും यहाँ പറ. जाऊंगी. ഞാൻ ഇവിടാ പഠിക്കാൻ പോകുന്നത്. किया 2 साल. 2 വർഷം ഇത് ചെയ്തു. बीच में उसने पूछा, ഇടയ്ക്ക് അവള് ചോദിച്ചു, डैडी यहाँ का फीस कैसे देंगे? ഡാഡി ഇതുപോലുള്ള സ്ഥാപനത്തിന്റെ ഫീസ് നമ്മൾ എങ്ങനെ കൊടുക്കും? मैंने कहा, स्वर्ग में जो बैठा हुआ हमारा डैडी है वो देख लेगा. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലുള്ള നമ്മുടെ അപ്പനില്ലേ മോളെ, ആ അപ്പൻ നോക്കിക്കൊള്ളും. मैंने कहा, हमारे बैंक अकाउंट के हिसाब से नहीं चलता वो. ഞാൻ പറഞ്ഞു, മോളെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നോക്കിയിട്ടുള്ള നടപ്പല്ലല്ലോ ഇത്. कल एक स्टेटमेंट बोला था मैंने, ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, if you walk in his will, he will pay your bill. ദൈവത്തിന്റെ ഹിതത്തിൽ നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ ബില്ലുകൾ ദൈവം കൊടുത്തു തീർക്കും. उसने एग्जाम लिखा, അവള് പരീക്ഷ എഴുതി, सेलेक्ट हो गई. സെലക്ട് ആയി. 2000 बच्चे दुनिया भर से लिख रहे हैं. 2000 പിള്ളേരെ ലോകം എമ്പാടുള്ള സ്ഥലങ്ങളിൽ നിന്നും ആ പരീക്ഷ എഴുതുക. 100 बच्चे चुने जाएंगे. 100 പിള്ളേരെ അവിടെ എടുക്കുന്നത്. सेलेक्ट हो गई. അവള് സെലക്ട് ആയി. उन्होंने बोला, അവര് പറഞ്ഞു, आपकी बेटी हमारे स्कूल में पढ़ेगी. നിങ്ങളുടെ മകൾ ഈ സ്കൂളിൽ പഠിക്കും. फीस जमा करने के लिए तैयार हो जाए. ഫീസ് അടച്ചാൽ മതി. हमने जवाब दिया, ഞാൻ പറഞ്ഞു, हमारे पास पैसे नहीं है. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. अगर आप पढ़ाना चाहते हो तो आपके स्कूल में पढ़ेगी, नहीं तो वो और कहीं जाके पढ़ लेगी. നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവള് വേറെ എവിടെയെങ്കിലും. उन्होंने हमें बुलाया. അവര് ഞങ്ങളെ വിളിച്ചു.
हमारा बैंक अकाउंट चेक किया ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തു. कि हमारे को सैलरी है कि नहीं. സാലറി സോഴ്സ് ഉണ്ടോ എന്ന് നോക്കി. उन्होंने मेरे से बोला, എന്നോട് പറഞ്ഞു, आप तो पहले पादरी हो, हम जिसे देख रहे जो सैलरी नहीं ले रहा. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാസ്റ്ററിനെ കാണുന്നത്, നിങ്ങൾക്ക് ശമ്പളമില്ലല്ലോ. तो उन्होंने मेरे को बोला, അവരെന്നോട് പറഞ്ഞു, अगले 7 साल का पूरा स्कूल का पढ़ाई, അടുത്ത 7 വർഷം ഈ മോൾ ആ സ്കൂളിൽ പഠിക്കും, അതിന്റെ മുഴുവൻ ചെലവ്, पूरा खर्चा हम उठाएंगे. അതിന്റെ മുഴുവൻ ചെലവും ഞങ്ങള് അത് എടുക്കും. अगर मैं फीस आपको बताऊं, അതിന്റെ ഫീസിന്റെ കണക്ക് ഞാൻ പറഞ്ഞ शायद आधे लोग बेहोश हो जाएंगे. പകുതി പേര് ബോധം കെടാൻ ചാൻസ് ഉണ്ട്. मैं रोने लगा. ഞാൻ കരയാൻ തുടങ്ങി. कैसे धन्यवाद ना दूं परमेश्वर का. ദൈവമേ, ഞാൻ എങ്ങനെ അങ്ങേക്ക് നന്ദി പറയും. प्रिंसिपल ने सोचा मैं खुश नहीं हूं. പ്രിൻസിപ്പൾ ഓർത്തു ദുഃഖം കൊണ്ട് കരയുവാന്ന്. उन्होंने बोला, അദ്ദേഹം പറഞ്ഞു, आप परेशान नहीं होना, നിങ്ങൾ വിഷമിക്കല്ലേ, हम बेटी का लंच का पैसा भी दे देंगे, ഇനി മോക്ക് ഉച്ചഭക്ഷണത്തിന്റെ പൈസ കൊടുത്താ, हर साल का यूनिफॉर्म का भी पैसा देंगे, എല്ലാ വർഷത്തെ യൂണിഫോമിന്റെ പൈസയും ഞങ്ങൾ आने जाने का टैक्सी का पैसा, വരാനും പോകാനുമുള്ള എല്ലാം ഞങ്ങൾ തന്നേക്കാം, 1 हफ्ते का छुट्टी का, साल का छुट्टी का पैसा देंगे. ഒരു 1 വീക്ക് അവൾ അവധിക്ക് പോകുമ്പോൾ അപ്പോഴത്തേക്കുള്ള പൈസ തരാം. मैं हंसने लगा. അപ്പൊ ഞാൻ ചിരിക്കാൻ തുടങ്ങി. मेरी बीवी ने मेरे को कोनी मारी. അപ്പൊ അടുത്ത് നിന്ന് ഭാര്യ എന്നെ ഇങ്ങനെ ഒന്ന് തട്ടി. कहते और रो लेते तो हमको भी छुट्टी मिल जाती. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ, ഇച്ചിരൂടെ കരഞ്ഞായിരുന്നേ ചിലപ്പോ വല്ലവും കൂടെ കിട്ടുമായിരുന്നു. बिना 1 पैसे दिए ഒരു കാശ് പോലും അടയ്ക്കാതെ पूरा स्कूल पढ़ाया. ആ സ്കൂളില് പഠിപ്പിക്കുവാൻ ഉത്തരവാദിത്തം അവരങ്ങ് ഏറ്റെടുത്തു. जब कॉलेज का समय आया पिछले साल, കഴിഞ്ഞ വർഷം കോളേജിന്റെ സമയം വന്നപ്പോൾ मेरे दोस्त ने मेरे को बोला, इस कॉलेज में अप्लाई करो. കോളേജില് ഈ ഇന്ന കോളേജിൽ അപ്ലൈ ചെയ്യാൻ കൂട്ടുകാരൻ एक പറഞ്ഞു. दूसरे देश में. വേറെ ഒരു രാജ്യമാണ്. मैंने कहा मेरे को इंटरेस्ट नहीं है. ഞാൻ പറഞ്ഞു, ഓ അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഇല്ല. ये मेरे घर आके भविष्यवाणी करके गए थे. പാസ്റ്റർ എന്റെ വീട്ടിൽ വന്ന് പ്രവചിച്ചിട്ട് പറഞ്ഞു. उन्होंने बोला बेटी जाएगी. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോള് പോകും. मैंने कहा ठीक है, वैसे है तो फिर हम फॉर्म भरते हैं. അപ്പൊ എനിക്കതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഫോം നിറയ്ക്കാമെന്ന് जैसे मैंने വിചാരിച്ചു. बोला फॉर्म भरेंगे, ഫോം നിറയ്ക്കാമെന്ന് പറഞ്ഞപ്പോ मेरे दोस्त ने ऑलरेडी फॉर्म भर दिया था. എന്റെ കൂട്ടുകാരൻ ഓൾറെഡി ഫോം നിറച്ചു കഴിഞ്ഞു. उसने फॉर्म दे दिया. ഫോം അവിടെ സബ്മിറ്റ് ചെയ്തു. सेलेक्ट हो गए. സെലക്ട് ആയി. उन्होंने बोला അദ്ദേഹം പറഞ്ഞു, इतना फीस देना है. ഇത്രയും ഫീസ് കൊടുക്കണം. हमने बोला ഞാൻ പറഞ്ഞു, अगर परमेश्वर ने स्कूल का पूरा किया, സ്കൂളിന്റെ ഫീസ് എല്ലാം ദൈവമല്ലേ 7 വർഷം നോക്കിയത്, कॉलेज का भी परमेश्वर करेगा. കോളേജിന്റെയും ദൈവം നോക്കിക്കൊള്ളും. हमने बोला हम किसी को नहीं बताएंगे. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറയത്തില്ല. आखिरी मौके तक അവസാന നിമിഷം വരെ किसी को नहीं बोलेंगे. ആരോടും हम പറയത്തില്ല. परमेश्वर के सामने प्रार्थना करेंगे. ഞാൻ ദൈവസന്നിധിയിൽ प्रार्थना किया. പ്രാർത്ഥിച്ചു. एक के बाद एक स्कॉलरशिप आने लगा. ഒന്ന് കഴിഞ്ഞ് അവൾക്ക് സ്കോളർഷിപ്പുകൾ വരാൻ आखिरी തുടങ്ങി. में ഏറ്റവും അവസാനം हमें $6,000 देने का कमी पड़ रहा था. ഏറ്റവും അവസാനം $6,000 കൊടുക്കാൻ ഒരു കുറവ് വന്നു. वीजा मिल गया. വിസ വന്നു. 6,000 कम पड़ रहा है. $6,000 കുറവാണ്. मैंने बेटी को बोला, ഞാൻ മോളോട് പറഞ്ഞു, एक स्कॉलरशिप है, ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, उसको भी अप्लाई कर ले. അതും നീ അങ്ങ് അപ്ലൈ ചെയ്തു. मेरे से बोला डैडी नहीं मिलेगा. അവള് പറഞ്ഞു, ഡാഡി അത് കിട്ടാൻ ഭയങ്കര പാടാ, क्योंकि अमेरिकन सिटीजन होना चाहिए. കാരണം അമേരിക്കൻ സിറ്റിസൺ ആയാലേ പറ്റൂ. मैंने कहा तेरा क्या जा रहा, नुकसान क्या हो रहा है तेरा? ഞാൻ പറഞ്ഞു, അത് നിറയ്ക്കുന്നോണ്ട് മോളെ നിനക്ക് എന്താ ബുദ്ധിമുട്ട്, तू भर के भेज. നീ അതങ്ങ് നിറച്ചയക്ക്. खुदा मेहरबान तो गधा भी पहलवान. ദൈവം നമ്മളെ കനിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കഴുതയാണെങ്കിൽ പോലും അവൻ ശക്തനാണ്. मैंने कहा तू भर. ഞാൻ പറഞ്ഞു, നീ നിറയ്ക്ക് മോളെ. जाने से 2 हफ्ते पहले പോകുന്നതിന് 2 ആഴ്ച മുമ്പ് इन्होंने मेरे को बुलाया दोबारा. വീണ്ടും പാസ്റ്റർ എന്നെ വിളിച്ചു. बोला एक खर्चा नहीं करना पड़ेगा तेरे को. എന്നോട് പറഞ്ഞു, നിന്റെ ഒരു കാശ് നീ ചെലവാക്കേണ്ടി വരത്തില്ല, पेन भी नहीं खरीदना पड़ेगा, പേന പോലും നീ മേടിക്കണ്ട, पेन भी आ जाएगा. പേനയും കിട്ടും. मैंने कहा यार ये तो सही है. फिर ഞാൻ പറഞ്ഞ ഇത് കേട്ടിട്ട് കൊള്ളാമല്ലോ. जाने से 1 हफ्ता पहले, പോകുന്നതിന് ഒരാഴ്ച മുമ്പ്, 1 हफ्ता पहले ഒരാഴ്ച മുമ്പ് जो हमें मिलना नहीं चाहिए था, കിട്ടരുതാത്തത് वो स्कॉलरशिप भी हमको मिल गया. ആ സ്കോളർഷിപ്പും ഈ കുഞ്ഞിന് സാങ്ഷൻ ആയി കിട്ടി. हम जब कॉलेज पहुंचे, കോളേജിലെത്തിയപ്പോൾ वहां बक्से हमारे नाम पे, അവിടെ ഞങ്ങളുടെ പേരിൽ കുറച്ച് ബോക്സ് വന്ന് കിടക്കുന്നു. पेन, പേന, बिस्तरा,
അവിടെ കിടക്കാനുള്ള കട്ടില്, 1 महीने का खाना, ഒരു മാസത്തേക്കുള്ള ഭക്ഷണ सब സാധനങ്ങൾ कुछ वहां तैयार था। എല്ലാം ബോക്സുകളിലായിട്ട് ഇവൾക്ക് വേണ്ടി വന്ന് കാത്തു കിടക്കുകയാ. क्यों किया परमेश्वर ने? എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തത്? आराधना करने के कारण। ആരാധനയിൽ ദൈവത്തിങ്കലേക്ക് നോക്കിയത് आराधना में കാരണം. परमेश्वर ने बोला, ആരാധിച്ചപ്പോൾ ദൈവം मैं പറഞ്ഞു, कैसे ना इसे आशीष दूं। ഞാൻ എങ്ങനെ ഇവനെ അനുഗ്രഹിക്കാതിരിക്കും? मैंने बेटी को जाते समय बोला, ഞാൻ പോകാൻ നേരത്തെ മോളോട് പറഞ്ഞു, जिस दिन हम पहुंचे, ഞങ്ങൾ എത്തിയ ദിവസം शैतान ने सब कुछ किया उसे खत्म करने के लिए। അവള് ഇല്ലാതെയായി തീരാൻ എല്ലാ കാര്യങ്ങളും പിശാച് ചെയ്തു. उसके दरवाजे पे അവളുടെ ആ ഡോറില് a witch turned up, ഒരു വിച്ച് അവിടെ വന്നു. മന്ത്രവാദി, जो जादू टोना करते हैं, മന്ത്രവാദിനി പോലൊരു സ്ത്രീ അവിടെ इसके വെളിപ്പെട്ടു. कमरे के सामने आके അവളുടെ മുറിയുടെ വാതിൽക്കൽ വന്നിട്ട് अंडा तोड़ के, അവരൊരു മുട്ട അവിടെ പൊട്ടിച്ചു, पेपर लगा के അവിടെ ഒരു പേപ്പർ വെച്ചു. उसके ऊपर लिखा, അതിന്റെ പുറത്ത് എഴുതി, तेरी जिंदगी नर्क में होगी। നിന്റെ ജീവിതം നരകതുല്യമായിരിക്കും. मैंने बोला, ഞാൻ പറഞ്ഞു, जब बेटी ने मेरे को बोला, മോള് പറഞ്ഞു, मैंने कहा फाड़ दे यीशु मसीह के नाम से। ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നീ അതങ്ങോട്ട് വലിച്ചു കീറ. मैंने कहा डरना नहीं है। നീ പേടിക്കരുത് मैंने कहा മോളെ. तू आराधना करने वाली लड़की है, ഞാൻ പറഞ്ഞു, നീ ആരാധിക്കുന്ന परमेश्वर का മോളാ. आशीष तेरे ऊपर है, ദൈവത്തിന്റെ അനുഗ്രഹം परमेश्वर നിന്റെ का മേലുണ്ട്. अभिषेक तेरे ऊपर है। ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ട്. ये लड़की ने जितना परेशान करने का कोशिश किया, എത്രമാത്രം ആ പെൺകുട്ടി അവളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയോ. 1 हफ्ते बाद ഒരാഴ്ച കഴിഞ്ഞു पुलिस आके उसको पकड़ के ले गया, പോലീസ് വന്ന് ആ പെണ്ണിനെ ആ സ്ഥലത്ത് നിന്ന് പിടിച്ചോണ്ട് പോയി. उस कॉलेज से उसे निकाल दिया। ആ കോളേജിൽ നിന്നും അവളെ പുറത്താക്കി. अगर परमेश्वर आपके साथ है तो യഹോവയായ ദൈവം നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ डरने की जरूरत नहीं നീ है। ഒരിക്കലും ഭയപ്പെടരുത്. मेरी बेटी ने मेरे से बोला, എന്റെ മകൾ എന്നോട് പറഞ്ഞു, परमेश्वर ने इतना स्कॉलरशिप दिया। ദൈവം ഇത്രയും സ്കോളർഷിപ്പ് തന്നു. मैंने उसने मेरे को बोला ये अमेरिका का भी हमें मिल गया। അയ്യോ ഡാഡി, അമേരിക്കയിലെ വരെ നമുക്ക് കിട്ടി. कैसे मिला? എങ്ങനെ കിട്ടി? मैंने कहा मैंने कहा हम दिल्ली में कहते हैं, ഡൽഹിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, तू आम खा गुटली क्यों गिन रही है? ആ നീ മാങ്ങ കഴിച്ചാ പോരെ, അതിന്റെ അണ്ടി അന്വേഷിക്കണ്ട. जो परमेश्वर दे रहा है उसके मजे ले तू। ദൈവം തരുന്നതിനെ നീ ഒന്ന് ആസ്വദിക്ക്. मैंने कहा परमेश्वर कभी श्राप नहीं देगा तेरे को बेटी, ദൈവം നിന്നെ ഒരിക്കലും ശപിക്കത്തില്ല മോളെ. परमेश्वर तुझे आशीष देगा। ദൈവം നിന്നെ അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്ന ദൈവമാണ്. कल मेरे को मैसेज आया, कल रात को, ഇന്നലെ രാത്രിയിൽ അവളുടെ ഒരു മെസ്സേജ്, डैडी ഡാഡി मैं कॉलेज में पढ़ रही हूँ, ഞാൻ കോളേജിൽ പഠിക്കുക, हर 2 दिन में എല്ലാ 2 ദിവസം किसी के കൂടുമ്പോൾ हृदय में परमेश्वर ने बात किया, ആരുടെയോ ഹൃദയത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു. हर 2 दिन में वो खाना बना के इसको खाना भेजते हैं। 2 ദിവസം കൂടിയിരിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഈ മോൾക്ക് വേണ്ടി അവർ കൊടുത്തു വിടുകയാ. जब से आई हुई है, അവൾ എന്ന് മുതൽ ആ കോളേജിൽ ചേർന്നു. सिर्फ वो नहीं, അവള് മാത്രമല്ല, कल उसको 2 नौकरी मिला। ഇന്നലെ അവൾക്ക് 2 ജോലി അവിടെ സെറ്റ് ആയി. मेरे से बोला डैडी परेशान नहीं होना, എന്നോട് വിളിച്ചു പറഞ്ഞു, പപ്പ വിഷമിക്കണ്ട, खर्चे का पूरा पैसा आ गया। എല്ലാ പൈസയും നമുക്ക് ദൈവം मैंने കരുതിയിട്ടുണ്ട്. उसको बोला ഞാൻ അവളോട് പറഞ്ഞു, तेरे पापा परेशान नहीं होते, നിന്റെ പപ്പ വിഷമിക്കത്തില്ല, तेरे पापा विश्वास में जीते हैं, നിന്റെ പപ്പ വിശ്വാസത്തിൽ आराधना ജീവിക്കുന്നവനാണ്. करते हैं, ആരാധിക്കുന്ന क्योंकि പപ്പയാണ്. उस आराधना में കാരണം ആ वो ആരാധനയിൽ छुटकारा देखते हैं। ദൈവം വിടുതൽ തരുന്ന हमारी ദൈവമാണ്. जिंदगी നമ്മുടെ ജീവിതം एक आशीषित हो। ഓ ദൈവത്തിന്റെ അനുഗ്രഹത്താലുള്ള ജീവിതമാണ്. पौलुस और सीलास ने जब आराधना किया, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ആരാധിച്ചപ്പോൾ सिर्फ उनको छुटकारा नहीं मिला, അവർക്ക് വിടുതൽ ലഭിച്ചു उनके എന്ന് चारों മാത്രമല്ല, तरफ जो थे उनको भी छुटकारा അവരുടെ मिला। 4 വശത്തുമുള്ള ആൾക്കാർ അവരും കൂടെ വിടുതൽ അനുഭവിച്ചു. आप आराधना करें, നിങ്ങൾ ആരാധിക്കുക, आपके चारों तरफ छुटकारा देखने നിങ്ങളുടെ लगोगे, 4 വശത്തുമുള്ള ആൾക്കാർക്ക് വിടുതൽ क्योंकि ലഭിക്കുവാനിടയാകും. परमेश्वर दिखाना चाहता है കാരണം ദൈവം നമ്മെ കാണിക്കാൻ वो ആഗ്രഹിക്കുകയാണ്. जीवित परमेश्वर है। നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. अपनी आंखें बंद करें, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. परमेश्वर पे लगाएं, നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാം. उसकी तरफ देखते हुए, ദൈവത്തിങ്കിലേക്ക് നോക്കി अपने हृदय को उसकी तरफ बढ़ाते हुए നമ്മുടെ ഹൃദയം അങ്ങോട്ടൊന്ന് ചായിക്കാം. आप उससे बोलने लगे, നമുക്കൊന്ന് പറയാം, आराधना करने लगे, നമുക്കൊന്ന് ആരാധിക്കാം, उसकी स्तुति करने लगे। നമുക്കൊന്ന് സ്തുതിക്കാൻ तू തുടങ്ങാം. परमेश्वर है, ദൈവമേ നീ तू ദൈവമാണ്, राजा है। അങ്ങ് രാജാവാണ്.
ആരാധന करें, ഹല്ലേലൂയ. उसकी आराधना करें, നമുക്ക് ആരാധിക്കാം. मुंह खोल के आराधना നമ്മുടെ करें, ശബ്ദങ്ങളെ ഉയർത്തി കരങ്ങളെ ചുപ്ചാപ്പ് ना തട്ടി बैठे, കരങ്ങളെ തട്ടി आपकी आराधना में കരങ്ങളെ തട്ടി आपकी ശബ്ദങ്ങളെ आराधना में आपका ഉയർത്തി छुटकारा है। നന്ദി പറഞ്ഞ് ദൈവമേ അങ്ങ് വലിയവൻ, സർവശക്തൻ, സൃഷ്ടിതാവാം ദൈവം. ഹല്ലേലൂയ.